വിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടരം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് നിങ്ങളുടെ പുസ്തകത്തിലെ 25-ാമത്തെ പദ്യമാണ്. ഈ ഞങ്ങളുടെ നിങ്ങളുടെ എന്നുള്ളത് ഓരോ പ്രാവശ്യവും പറയേണ്ടിയിരിക്കുന്നു. ഞാനും നീയൊന്നും ഇല്ലെങ്കിലും പറയേണ്ടി വരുന്നല്ലോ നിങ്ങളുടെ പുസ്തകം എൻ്റെ പുസ്തകം എന്നൊക്കെ. 25-ാമത്തെ പദ്യം നോക്കിക്കോളൂ. മണിപ്പാം ഇരുളിൻ മറൈന്തിരിക്കത്തേടും കണക്കാം തർബോധത്തെ കാട്ടി ഉണർത്തുകിനും നീരിൽ കിണറ് നിഴലു യുദ്ധമും പോലാം ആരിത്തൈ നീക്കി ഇരുപ്പാർ. മണിപ്പാമ്പ് ഇരുളിൽ മറൈന്തിരിക്ക തേടും കണക്കാം. എന്താണ് ഈ മണിപ്പാമ്പ്? മണി എന്ന് പറഞ്ഞാൽ രത്നം, നാഗമാണിക്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നാഗരത്നം, നാഗമാണിക്യം. ചില സർപ്പങ്ങൾ അതിൻ്റെ ആ തലയിൽ, അതിൻ്റെ പത്തിയിൽ രത്നവും കൊണ്ട് നടക്കുന്നതാണ്. ഇതൊക്കെ സാങ്കല്പികമാണ്. എന്നാൽ പിന്നെ അതിനെ എഴയാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ ഭണം പിടർത്തിയിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഒരു ഭാവനയാണ്. അത് വളരെ വിശേഷപ്പെട്ട സർപ്പമാണ്, അസാധാരണമാണെന്നൊക്കെയാണ് പറയുന്നത്. അതിനെയാണ് മണിപ്പാമ്പ് എന്ന് പറയുന്നത്. മണിപ്പാമ്പ് ഇരുളിൽ മറൈന്തിരിക്ക തേടും കണക്കാഹ കണക്കാം. തലയിൽ മാണിക്യമോ അല്ലെങ്കിൽ രത്നമോ ധരിച്ചിരിക്കുന്ന ആ നാഗപ്പാമ്പുണ്ടല്ലോ, മണിപ്പാമ്പ്, അത് ഇരുട്ടിനകത്ത് ഈ രത്നവും വെച്ചുകൊണ്ട് ഇരുട്ടിനെ തേടുന്നത് പോലെയാണ് ആത്മാന്വേഷണം. പ്രകാശിക്കുന്ന രത്നത്തെ ശിരസിൽ വെച്ചുകൊണ്ട് ഇരുട്ടിനെ അന്വേഷിച്ചാൽ ആ ഇരുട്ടിനെ അറിയാൻ പറ്റുമോ? കാരണം എവിടെയൊക്കെ പോയാലും ഈ രത്നത്തിന്റെ പ്രഭ കൊണ്ട് അവിടുത്തെ അന്ധകാരം നീങ്ങും. ഇതുപോലെ നാം ആത്മാവായിരിക്കെ ആത്മാവിനെ അന്വേഷിക്കുന്നത് നിരർത്ഥകം, വ്യർത്ഥം എന്ന് വെച്ച് അന്വേഷിക്കേണ്ടെന്നല്ല കേട്ടോ. അന്വേഷിക്കുന്നവനാണ് ആത്മാവ്. അതൊന്ന് അറിഞ്ഞാൽ മതി. ഇത് താൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ട തന്നിൽ നിന്ന് അന്യമായ എന്തോ ഒന്നാണ് ഈ ആത്മാവ് അഥവാ ബ്രഹ്മം എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടി അന്വേഷിക്കുമ്പോൾ അത് കിട്ടാനേ പോകുന്നില്ല. ഈ മണിപ്പാമ്പ് അന്ധകാരത്തെ അന്വേഷിക്കുന്നത് പോലെയാവും. എവിടെ പോയാലും അതിന് പ്രകാശം മാത്രമേ ഉള്ളൂ, ഇരുട്ടിനെ കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ ആത്മാവിനെ തനിക്ക് അന്യമാണ് എന്ന് കരുതുന്നത് അന്ധകാരമാണ്. ഈ അന്ധകാരം ഉള്ളിൽ വെച്ചുകൊണ്ട് ജ്യോതിസ്വരൂപനായ ആ പരമാത്മാവിനെ അന്വേഷിച്ചാൽ കിട്ടില്ല. അത് അവനവന്റെ ഉള്ളിൽ അവനവനായിട്ടിരിക്കുന്നു എന്നാണ്. തനിക്ക് തന്നെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും അവനവനെ അന്വേഷിക്കുമോ? ഏത് അന്വേഷണ ഏജൻസികളായാലും, CBI, ഇന്റർപോള്, ഇതുപോലുള്ള ഏത് അന്വേഷണ ഏജൻസികളാണെങ്കിലും കുറ്റക്കാരെ അല്ലെങ്കിൽ മറ്റൊരാളെയാണ് അവർ അന്വേഷിക്കുന്നത്. തന്നെ ആരും അന്വേഷിക്കാറില്ല. അന്വേഷിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മുഴുവൻ. പക്ഷേ അത് അന്വേഷിച്ച് മറ്റൊന്നെന്ന പോലെ കണ്ടുപിടിക്കപ്പെടേണ്ടതല്ല. എന്തുകൊണ്ടെന്നാൽ ഈ അന്വേഷിക്കുന്ന സാധകന്റെ സ്വരൂപമായിട്ട് ആ അന്വേഷണ വിഷയം സ്ഥിതി ചെയ്യുന്നു. അത് തൻ്റെ തന്നെ അന്തരാത്മാവാണ്. അന്വേഷിച്ചോളൂ, പക്ഷെ അത് താൻ തന്നെയാണെന്നുള്ള അറിവോടുകൂടി അന്വേഷിച്ചോളൂ. തനിക്ക് അന്യമായി എന്തോ ഒന്നാണ് താൻ നേടേണ്ടതാണ്, മാറി നിന്ന് അറിയേണ്ടതാണ് എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെ അന്വേഷിച്ചാൽ അത് ഒരിക്കലും കിട്ടില്ല. കാരണം നമ്മൾ തന്നെ നമ്മിൽ നിന്ന് അതിനെ അകറ്റിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. മണിപ്പാമ്പ് ഇരുളിൽ മറൈന്തിരിക്ക തേടും. ഇരുട്ടിനകത്ത് ഒളിഞ്ഞു നിന്നുകൊണ്ട് ഇരുട്ടിനെ അന്വേഷിക്കാൻ ശ്രമിക്കുന്ന ആ നാഗപ്പാമ്പിനെ പോലെയാണ് കണക്കാം. അതിന് തുല്യമാണ് എന്ത്? തർബോധത്തെ കാട്ടി ഉണർത്തുകിനും. തർബോധം എന്ന് പറഞ്ഞാൽ എന്താ? അഹംബോധം, ജീവബോധം, ഐ കോൺഷ്യസ്നസ്. ഞാൻ എന്നുള്ള ഭാവം ഉണ്ടല്ലോ, വ്യക്തിത്വം, ജീവഭാവം, അതാണ് തർബോധം. അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്
ആചാര്യന്മാർ ഉണർത്തുകിനും ബോധിപ്പിച്ചാലും ഉദ്ബോധിപ്പിച്ചാലും പറഞ്ഞു കൊടുത്താലും നീയാണത് എന്ന് ചൂണ്ടിക്കാണിച്ചാലും ഈ ജീവന് അതിൻ്റെ അർത്ഥം പിടികിട്ടുന്നില്ല. അപ്പോഴും അയാൾ താൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ് ഈ ആത്മാവ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് താൻ തന്നെയാണ് എന്നുള്ള ആ താതാത്മ്യം ഈ ജീവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. ആ താതാത്മ്യ ഭാവം ഉണ്ടാകാതെ ആത്മാവിനെ സാക്ഷാത്കരിക്കാനും പറ്റില്ല. ഞാൻ അതിൽ നിന്ന് മാറിയാൽ അത് സാക്ഷാത്കരിക്കപ്പെടാതെ പോകും. ഞാൻ അതാണെന്ന് ബോധ്യപ്പെട്ടാൽ സാക്ഷാത്കരിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ ഈ ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് ഞാൻ അതാണ് എന്നുള്ള അറിവ് ഒന്നും കിട്ടാനില്ല. അത് സ്വന്തമാക്കേണ്ട ഒന്നല്ല. എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് തത്വമസി ശ്വേതകേതോ, ശ്വേതകേതോ നീ അന്വേഷിക്കുന്ന ആ സത്യമുണ്ടല്ലോ, അത് നിന്നിൽ നിന്ന് ഭിന്നമായ ഒന്നല്ല, നീ തന്നെയാണത്. അതൊന്ന് അറിയണം, ബോധ്യപ്പെടണം, അത്ര മാത്രമേ വേണ്ടൂ. തർബോധത്തെ കാട്ടി ഉണർത്തുകിനും ഇങ്ങനെ നീ അതാണ് തുടങ്ങിയ മഹാവാക്യങ്ങളിലൂടെ, തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളിലൂടെ ആചാര്യന്മാർ ജീവനെ ഈ ആത്മൈക്യം, ജീവാത്മ പരമാത്മ ഐക്യത്തെ എത്ര ഉദ്ബോധിപ്പിച്ചാലും അവരുടെ ആ ശ്രമമൊക്കെ വിഫലമായി പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പിന്നെയും അജ്ഞാനത്തിൽ തന്നെ ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് ആത്മാവിനെ കണ്ടെത്തേണ്ടതുണ്ട്, സാക്ഷാത്കരിക്കേണ്ടതുണ്ട്, അതിനെ എൻ്റെ ശ്രമം കൊണ്ട് പിടിച്ചു കളയാം, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിൽ കുടുങ്ങി ജീവിതം കടന്നു പോകുന്നു. അവരുടെ ശ്രമം ഏതുപോലെ നിഷ്ഫലമെന്നോ? നീരിർ കിണറും നിഴല് യുദ്ധമും പോലാം. നീരിർ കിണർ, നമ്മൾ ഭൂമിയിലാണ് കിണർ കുഴിക്കാറുള്ളത്, വെള്ളത്തിലാരും കിണർ കുഴിക്കാറില്ല. കായലിലോ കടലിലോ തടാകത്തിലോ കിണർ കുഴിക്കാറുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? കിണർ കുഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? വെള്ളം കിട്ടുക. ആ വെള്ളത്തിനകത്ത് വേണോ ആ കിണർ കുഴിക്കൽ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം, ആ നിശ്ചയം വന്നു കഴിഞ്ഞാൽ ആത്മാന്വേഷണം നിർത്താം. കാരണം ആ ഉറപ്പ് വരുന്നത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം, ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ താൻ ആത്മാവായിരിക്കെ അതിനെ അന്വേഷിക്കുക എന്ന് പറയുന്നത് നീരിൽ, ജലത്തിൽ കിണർ ഒഴിക്കുന്നത് പോലെയാണ്. നീരിൽ കിണറും നിഴൽ ഉയുക്തമും, ഉയുക്തം എന്ന് പറഞ്ഞാൽ യുദ്ധം, നിഴൽ ഉയുക്തമും പോലാം. നിഴലിനോട് പടപൊരുതുന്നത് പോലെയാണ്. ഞാൻ എൻ്റെ നിഴലിനോട് യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കൂ? ഞാൻ കയ്യോങ്ങിയാൽ നിഴലും കയ്യോങ്ങും. ഞാൻ വെട്ടിയാൽ അവനും വെട്ടും. എൻ്റെ വെട്ട് അതിനും കൊള്ളില്ല, അതിൻ്റെ വെട്ട് എനിക്കും കൊള്ളില്ല. വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാം. നിഴൽ യുദ്ധം. എന്ത് പ്രയോജനം? ആത്മാവിനെ അന്വേഷിക്കുന്നത് ആത്മാവാണ്. ആ സത്യം അറിയാതെയാണ് അന്വേഷണമെങ്കിൽ, തന്നെ ജീവനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ ആത്മാവിനെ, ഈ ജീവനെ എന്ന് സാക്ഷാത്കരിക്കും എന്ന് ആ തത്വബോധം ഉണ്ടാവും. അതുകൊണ്ട് ശാസ്ത്രീയമായ സിദ്ധാന്തപരമായ അറിവ് നേടുക, അതായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ സാധന. അതായിട്ട് നിൽക്കാൻ പറ്റുമോ? അതായിട്ട് നിൽക്കുന്നതിന് തടസ്സമായിട്ടുള്ളതിനെയൊക്കെ നിരോധിക്കാൻ നോക്കുക, അകറ്റാൻ നോക്കുക. അത് മാത്രമാണ് ശ്രമം. അല്ലാതെ അതിനെ നേടാൻ ഒന്നും ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അത് നാം ആണ്. ആ അറിവിന് വിഘാതം സൃഷ്ടിക്കുന്ന, തടസ്സം സൃഷ്ടിക്കുന്ന മിഥ്യാജ്ഞാനത്തെ മാത്രമേ ഈ ജീവൻ നീക്കേണ്ടതായിട്ടുള്ളൂ. വേറെ ഒന്നും നീക്കണ്ട. പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുക, അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഈ ആത്മജ്ഞാനത്തിന് പ്രതിബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യത്തെ എന്ത് പ്രതിബന്ധിക്കാനാണ്? അതിനെ ആര് തടയിടും? ആകാശത്തെ ബന്ധിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് ഈ തടസ്സത്തെ നീക്കം ചെയ്യാനുള്ള ശ്രമം മാത്രം ജീവന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് പറഞ്ഞു എന്നാണ് ചോദ്യമെങ്കിൽ, നമുക്ക് അതിനെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോ ഒരു വാസ്തവമാണല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ആത്മാവായിരുന്നിട്ടും ആത്മാവാണെന്നുള്ള അറിവ് എനിക്കുണ്ടാകാത്തത്? ഇതാണ് പലരുടെയും സംശയം. ഞാൻ ആത്മാവാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആത്മാവാണ് എന്നറിയാൻ കഴിയുന്നില്ല? ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരവുമുണ്ട്. നമ്മൾ എന്താ ചോദിക്കുന്നത്? ഞാൻ ആത്മാവാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതറിയുന്നില്ല? ഈ എങ്കിൽ എന്നുള്ള കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ചേർത്തില്ലേ? ആണെങ്കിൽ
ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ ഈ ചോദ്യം തന്നെ വരില്ലല്ലോ, ഉറപ്പുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ പറയുന്നു, ഉപനിഷത്തുകൾ പറയുന്നു, അധ്യാത്മശാസ്ത്രം പറയുന്നു, ഓരോ ജീവനും ആത്മാവാണ്, ജീവോ ബ്രഹ്മൈവ ന അപരഹ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആത്മാവാണ് എങ്കിൽ അത് തന്നെയാണ് കുഴപ്പവും. ബോധ്യപ്പെട്ടിട്ടില്ല, ബോധ്യപ്പെട്ടാൽ ഈ ചോദ്യമില്ല. അതുകൊണ്ടെന്താ, ആ ജീവബ്രഹ്മ ഐക്യം, ജീവൻ ചെന്ന് ബ്രഹ്മത്തിൽ ചേരുന്നു എന്നല്ല. അങ്ങനെയൊക്കെയാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ബ്രഹ്മം അകലെ എവിടെയോ ഉണ്ടെന്നും ഈ ജീവൻ നടന്ന് അല്ലെങ്കിൽ ഓടി അല്ലെങ്കിൽ വടികുത്തി ചാടി ആ ബ്രഹ്മത്തിനകത്ത് ചെന്ന് കിണറ്റിനകത്ത് ചാടുന്നത് പോലെ ചെന്ന് ചാടുന്നു എന്നാണ്. ഒരു ചാട്ടവുമില്ല, ഒരു ഓട്ടവുമില്ല, കാലുമില്ല, അകൽച്ചയുമില്ല. ഞാൻ അതാണ്. എനിക്ക് എന്നിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? ദൂരമേ ഇല്ലല്ലോ. ദൂരമില്ലെങ്കിൽ സഞ്ചരിക്കേണ്ട ആവശ്യകത തന്നെ ഇല്ലല്ലോ. ഇതുപോലെയാണ് ആത്മസാക്ഷാത്കാരം. ഈ ആത്മാവ് താൻ തന്നെയാണ് എന്നറിയണം. പിന്നെ പറയും നമ്മൾ ഉള്ളിലേക്ക് പോകണം, അന്തർമുഖമാകണം. ഇന്ദ്രിയങ്ങളെ പുറം വിഷയങ്ങളിലേക്ക് വ്യാപരിപ്പിച്ചാൽ ശ്രദ്ധയെ ഉള്ളിലേക്കാക്കാൻ പറ്റില്ല. ശ്രദ്ധ ഉള്ളിലായാലേ ആത്മജ്ഞാനം നേടാൻ പറ്റൂ. അതുകൊണ്ടാണ് കണ്ണടയ്ക്കൂ, ധ്യാനിക്കൂ, ചിത്തവൃത്തികളെ നിരോധിക്കൂ എന്നൊക്കെ പറഞ്ഞത്. അല്ലാതെ അവിടെ ദൂരം ഉണ്ടായിട്ടല്ല. ഉള്ളിലേക്ക് അങ്ങനെ ഒരു യാത്ര സാധ്യവുമല്ല. നമ്മുടെ ശരീരത്തിനകത്ത് 1 ഇഞ്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റും? എൻ്റെ തൊലിയുടെ താഴെ 1 സെന്റിമീറ്റർ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ ദേഹം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയല്ലേ. അപ്പൊ പിന്നെ ഈ യാത്രയുടെ ആവശ്യകത തന്നെ എന്തിന്? ഇതുപോലെ ഞാനാകുന്ന ആ അനുഭവത്തിന്റെ അടിത്തട്ടായി വിളങ്ങുന്ന ആ സത്യത്തിൽ എത്തേണ്ട കാര്യം തന്നെ ഇല്ല. ഞാൻ അതിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അറിഞ്ഞാ മതി. അതാണ് ഈ ജ്ഞാനത്തിന്റെ വൈശിഷ്ട്യം. പക്ഷെ മനുഷ്യൻ എല്ലാം ചെയ്താണല്ലോ നേടുന്നത്. കർമ്മത്തിലൂടെയാണ് എല്ലാം നേടുന്നത്. അപ്പൊ പിന്നെ ഈ ആത്മാവിനെ അറിയാനും ധ്യാനം, യോഗം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഇതിനകത്ത് ചെന്നെത്താം, ഇതിലോട്ട് ചെന്നെത്താം എന്നവൻ കരുതുന്നു. അതൊക്കെ മിഥ്യാധാരണകളാണ്. ആ തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളിൽ നിന്ന് പോകണം. ഞാൻ അതാണ് എന്നുള്ള ഭാവം നാൾക്ക് നാൾ പതുക്കെ മതി, ഉറച്ചുറച്ചു വരണം. ആ താതാത്മ്യതയിലൂടെയാണ് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുന്നത്. നീരിൽ കിണറും നിഴൽ ഉയുത്തമും പോലാം ആര് ഇത്തൈ നീക്കിയിരിപ്പാർ. ഈ അഹംബോധത്തെ നീക്കിയിട്ട് ആരാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ഞാൻ കയറി വരുമല്ലോ, എവിടെ പോയാലും ഇവനും കൂടെ കയറി വരുമല്ലോ. നമ്മളെ ഇവൻ തനിച്ച് നിൽക്കാൻ സഹായിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നോക്കിക്കോളൂ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ പറയുമ്പോൾ തെറ്റാണ്. അവിടെ 2 ഉണ്ട്. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അതെ, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ചിന്തയും ഞാൻ. അപ്പൊ നിങ്ങൾ ശരിക്കും ഒറ്റയ്ക്കാണോ, ഏകാന്തത്തിലാണോ കഴിയുന്നത്? ഈ മനസ്സ് അല്ലെങ്കിൽ ഈ അഹങ്കാരം കൂടി ചേരുന്നില്ലേ അതിൻ്റെ കൂടെ? ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു എന്നൊരു ചിത്തവൃത്തി ഉള്ളിൽ വരും. അപ്പോൾ ആ ചിത്തവൃത്തിയും ഉണ്ട്, അതിനെ അറിയുന്ന ഞാനുമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാ ഒറ്റയ്ക്കിരിക്കുക? സുഷുപ്തിയിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അവിടെ ഞാനെന്നുള്ള ഭാവമേ ഇല്ല. അവിടെ മാത്രമാണ് നമ്മൾ ഒറ്റയ്ക്കിരിക്കുക. അവിടെ നല്ല സുഖവുമാണ്. ഒറ്റയ്ക്കിരുന്നാലാണ് സുഖം. ഇനിത് ഏകാന്തമിനിത് എന്നല്ലേ പറയുന്നത്. ഇനിത് എന്ന് പറഞ്ഞാൽ മധുരം. മധുരമാണ് ഈ ഏകാന്തത. പലർക്കും ഇതിനോട് യോജിപ്പുണ്ടാവില്ല. നമ്മൾ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകും, ബന്ധുക്കളുടെ വീട്ടിൽ പോകും, വേറൊരാളുമായിട്ട് കൂടിച്ചേർന്ന് ക്യാരംസോ ചീട്ടോ ഒക്കെ കളിക്കും. വേറൊന്നുമായി ചേർന്ന് സന്തോഷിക്കുന്നതാണ് നമ്മുടെ സ്വഭാവം. നമുക്ക് ഈ ഒറ്റയ്ക്കിരിക്കൽ കൊണ്ടുള്ള സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. സുഷുപ്തിയിൽ ദിവസേന അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. കൂട്ടത്തോടുകൂടി ഒരു ഉറക്കം, കൂട്ട ഓട്ടം, കൂട്ട ഉപവാസം എന്ന് പറയുന്നത് പോലെ കൂട്ട ഉറക്കം പറ്റുമോ? ഒരുമിച്ച് എല്ലാവർക്കും ഒരു മണ്ഡപത്തില്, ഒരു കല്യാണ മണ്ഡപം വാടകയ്ക്ക് എടുത്തിട്ട് കുറെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് എല്ലാവർക്കും കിടക്കാം. ഉറക്കം ഒറ്റയ്ക്കാം. കൂട്ട ഉറക്കം പറ്റില്ല. അതെങ്ങനെ പറ്റും? എനിക്ക് ഉറക്കം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരണമെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? സാധന, ധ്യാനം, ഉറക്കം, സാക്ഷാത്കാരം ഇതെല്ലാം ഒറ്റയ്ക്കാണ്. അവിടെ കൂട്ടം, സമൂഹം, പ്രാർത്ഥന വരെ നിങ്ങൾക്ക് സമൂഹ പ്രാർത്ഥന നടത്താം. സമൂഹ വിവാഹവും ആവാം. ഈ സമൂഹ വിവാഹത്തിലും ഓരോ പുരുഷനും ഓരോരോ സ്ത്രീയെ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ.
ശ്രീകൃഷ്ണൻ 16,000 പേര് നരകാസുരന്റെ കൊട്ടാരത്തില്, അവിടുത്തെ ജയിലിൽ അദ്ദേഹം തടവിലാക്കി വെച്ചിരുന്ന സ്ത്രീകളെ എല്ലാവർക്കും കൂടെ എല്ലാവരെയും ഒരുമിച്ച് വിവാഹം കഴിച്ചതുപോലെ ഇവിടെ പറ്റില്ല. 1 to 1. പിന്നെ ഒരേ മുഹൂർത്തത്തില് അനേകം വിവാഹങ്ങൾ നടക്കുന്നത് കൊണ്ട് സമൂഹ വിവാഹം. അവിടെ ഒറ്റയ്ക്കാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ താലി ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാം ഇൻഡിവിജ്വാലിസ്റ്റിക് ആണ്, ഒറ്റയ്ക്കാണ്. ഇവിടെ കൂട്ടം എന്നുള്ളത് വേറെ എവിടെ നടന്നാലും ശരി, അധ്യാത്മത്തില് ഈ കൂട്ടം ചേർന്നുള്ള പരിപാടി സാധ്യമല്ല. നീരിൽ കിണറും നിഴൽ ഉരുത്തമും പോല ആരിത്തൈ നീക്കിയിരിപ്പാർ. ആര് ഇതിനെ നീക്കിയിട്ട് ഇരിക്കും? ഇതിനെ എന്ന് പറഞ്ഞാൽ അഹംബോധത്തെ, തർബോധം എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എന്നുള്ള ഭാവത്തെ നീക്കിയിട്ട് ആർക്കാണ് സ്ഥിതി ചെയ്യാൻ കഴിയുക? അത് വളരെ ദുഷ്കരമാണ് എന്നാണ് പറയുന്നത്. മലയാളം വ്യാഖ്യാനം വായിക്കാം. ഉച്ചിയിൽ രത്നമേന്തുന്ന സർപ്പം ഇരുളിൽ ഒളിച്ചിരുന്ന് ഒന്ന് ആശ്വസിക്കാൻ ഒരിടം അന്വേഷിച്ചലഞ്ഞാൽ, അതല്ല ശരിക്കും ഒരു ഇരുട്ട് മൂല, അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ പ്രകാശമില്ലാത്ത ഒരു മൂല ഈ തലയിൽ രത്നം വെച്ചുകൊണ്ട് പാമ്പ് അന്വേഷിക്കുന്നത് പോലെ എന്നാണ്. ആശ്വസിക്കാൻ അല്ല, അത് ഇരുട്ട് തേടി പോകുന്ന പാമ്പ് എന്നാണ്. ആശ്വസിക്കാൻ ഒരിടം അന്വേഷിച്ചലഞ്ഞാൽ അത് പോകുന്നിടമെല്ലാം വെളിച്ചമാകുന്നതല്ലാതെ ഇരുൾ കിട്ടുക സാധ്യമല്ലാത്തതുപോലെ തർബോധത്താൽ ആത്മാവിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത് എങ്ങും വ്യാപകമായി ജലം നിറയുന്ന പ്രളയകാലത്ത് കുടിക്കാൻ ജലത്തിന് വേണ്ടി കിണർ അന്വേഷിക്കുന്നത് പോലെയും. ഈ ഉദാഹരണം എവിടെയാ വരുന്നത്? ഗീതയിൽ കൃഷ്ണൻ പറയുന്നതാണ്. യാവാനർത്ഥ ഉദപാനേ സമാന സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ഒരു ആത്മജ്ഞാനിക്ക് യാവാനർത്ഥ ഉദപാനേ സമാന താവാൻ സർവേഷു വേദേഷു, ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് വേദങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഉപനിഷത്ത് പഠനം കൊണ്ടോ വേദപഠനം കൊണ്ടോ ഒക്കെ അദ്ദേഹത്തിന് എന്ത് പ്രയോജനം കിട്ടും? പ്രയോജനം കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയം. കിട്ടും. എത്രത്തോളം പ്രയോജനം കിട്ടുമെന്നറിയാമോ? എല്ലായിടവും ഈ വെള്ളപ്പൊക്കം വന്ന് ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കിണറോ കുളമോ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുമോ അത്രയും പ്രയോജനം. പ്രയോജനം ഇല്ല എന്ന് പറയുന്നതിനാണിത്. വീട്ടിന്റെ അകത്തും പുറത്തും വെള്ളം കയറി കിണറേത് കുളമേത് നിരത്തേതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ജലപ്രളയമായിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കിണറോ കുളമോ കൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രയും പ്രയോജനം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു ജ്ഞാനിക്ക് വേദങ്ങളെ കൊണ്ടുണ്ടാവും. വേദങ്ങൾ ഉദ്ഘോഷിക്കുന്ന സത്യം അയാൾ ഉള്ളിൽ അനുഭവിക്കുകയാണ്. പിന്നെ ആ പുസ്തകങ്ങളെ കൊണ്ട് അയാൾക്ക് എന്ത് കിട്ടാൻ? അനുഭവവേദ്യമായ ഒന്നിനെ കുറിച്ച് വായിച്ചിട്ട് എന്ത് പ്രയോജനം? പഞ്ചസാര കണ്ട് അത് ഭക്ഷിച്ച് അതിൻ്റെ സ്വാദറിഞ്ഞ ഒരുത്തന് പഞ്ചസാരയുടെ ഒരു പടം കിട്ടിയാൽ, ഒരു കിണ്ണത്തിൽ പഞ്ചസാര വെച്ചിരിക്കുന്നു, അതുകൊണ്ട് അവന് വല്ല പ്രയോജനമുണ്ടോ? അവ പഞ്ചസാര കഴിച്ചിട്ടിരിക്കുന്നവന്. ഇതുപോലെയാണ് ആത്മജ്ഞാനിക്ക് ശാസ്ത്രങ്ങളെ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല എന്നർത്ഥം. പ്രളയകാലത്ത് കുടിക്കാൻ ജലത്തിന് വേണ്ടി കിണർ അന്വേഷിക്കുന്നത് പോലെയും തൻ്റെ നിഴലിനെ കണ്ട് അത് തൻ്റെ ശത്രുവെന്നോർത്ത് അതിനോട് യുദ്ധം ചെയ്യുവാൻ മുതിരുന്നത് പോലെയും മൂഢമാണ്. എന്ത്? അഹംബോധത്തെ വെച്ചുകൊണ്ടുള്ള ആത്മാന്വേഷണം. അതിനെ വിടുക. ആദ്യം എങ്ങനെ വിടും? ഒന്നുകിൽ അങ്ങനെ ഒന്നില്ല, അത് വെറും ഭ്രമമാണെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ അതും പരമാത്മാവിൻ്റെ പ്രകടനം, ആത്മാവ് തന്നെയാണ് ഈ ഞാനായി പ്രകടമാകുന്നത്. എങ്ങനെ വിചാരിച്ചാലും വേണ്ടില്ല. ഈ ഞാനിന് പ്രാധാന്യം ഉണ്ടാവാൻ പാടില്ല, അതിനൊരു മുഖ്യത്വം കൽപ്പിക്കരുത്. ഈ ജീവബോധ പ്രവണതയെ നീക്കിക്കൊള്ളുന്നവരാരോ അവർ തന്നെയാണ് ആത്മപ്രത്യക്ഷത്തിന് അർഹരാകുന്നത്. അതതിൻ്റെ അർത്ഥം പറഞ്ഞതാണ്. ശരിക്കും ഈ കണ്ണുടയ വള്ളലാർ സ്വാമികൾ ചോദിക്കുന്നത്, ആര് ഈ അഹങ്കാരത്തെ ഉപേക്ഷിച്ചിട്ട് നിൽക്കും? വളരെ അപൂർവം ആളുകൾ. അത് അത്ര കണ്ട് വിരളമാണ്, അപൂർവമാണ് എന്നാണ് പറയുന്നത്. അടുത്ത പദ്യം വായിക്കാം. ഉட்புறம்பாം പൂശനയും നിയോഗ സമാധികളും சுட்டறிவு கெட்டவர் போர் தூங்குவதும் விட்டு பகல் விளக்கும் உச்சி படிவமும் போல் பாசம் அகல நிற்பாർ കാർ ശരി ഒപ്പാർ. ഈ ബന്ധത്തെയൊക്കെ ഉള്ളിൽ നിന്ന് കളഞ്ഞ് സംഘത്തെ എല്ലാം ഉള്ളിൽ നിന്ന് നീക്കി
അഹങ്കാരത്തെ കുറച്ച് കൊണ്ടുവന്ന് ആരാണ് ഈ സത്യത്തിൽ പ്രതിഷ്ഠ നേടുക? 1 2 കാണും. കോടിയിലല്ല, 10 കോടിയിലോ 100 കോടിയിലോ ആണ് 1 2 കിട്ടുക എന്നാണ്. എന്ന് വെച്ച് വിഷമിക്കണ്ട കേട്ടോ, മനസ്സ് തളരാൻ പാടില്ല. ആ 1 2 അതിൽ ഒരാൾ ഞാനാവണം എന്നുള്ള ഒരു ഭാവമാണ് വരേണ്ടത്. പ്രത്യേകിച്ച് കേരള സംസ്ഥാന ഭാഗ്യക്കുറി എടുക്കുന്ന കൂട്ടരാണ് പലരും. ഇവിടെ ഉള്ളവരില്ല, പുറത്ത്. അതിന്റെ സാധ്യതയെക്കാളും എന്തായാലും ബെറ്റർ സാധ്യതയാണ് നിങ്ങൾക്ക് മോക്ഷം കിട്ടാനുള്ള സാധ്യത. ഭാഗ്യക്കുറി എടുക്കാറുണ്ടല്ലോ, എനിക്ക് തന്നെ കിട്ടും ഫസ്റ്റ് പ്രൈസ്, ഒന്നുമില്ലെങ്കിലും സെക്കൻഡോ തേർഡോ, ഒന്നുമില്ലെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടും എന്നൊക്കെ വിചാരിച്ചല്ലേ ഈ മുടക്കിയ ടിക്കറ്റിന്റെ പൈസയെങ്കിലും കിട്ടും. അപ്പൊ അതുകൊണ്ട് വേറൊന്ന് ഇനിയും പരീക്ഷിക്കാമല്ലോ ഭാഗ്യം, ഇങ്ങനെ വിചാരിക്കുന്ന കൂട്ടരാണ്. ഇതങ്ങനെയല്ല. ഇത് വളരെ കുറച്ചാളുകൾ മാത്രമേ സാക്ഷാത്കരിക്കൂ എന്ന് പറഞ്ഞത് അതിന്റെ ഫലം അത്ര കണ്ട് അനിശ്ചിതമാണ് എന്ന അർത്ഥത്തിലല്ല. പ്രയത്നിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് 10 കോടിയിലോ 100 കോടിയിലോ അല്ലെങ്കിൽ 10,000 കോടിയിലോ ഒരാൾ ഈ സത്യത്തെ കാണുന്നു എന്നാണ്. കാരണം ശ്രമിക്കുന്ന ആള് തന്നെ കുറവാണെന്ന്. എത്രയോ ആളുകളാണ് ഇതിനു വേണ്ടി സാധകന്മാർ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മൊത്തം ജനസംഖ്യയുടെ എത്ര ശതമാനം? ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൻ യതതി സിദ്ധയെ, ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ അസംഖ്യം ജനങ്ങളിൽ ഒരാൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാവുന്നു. യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ഈ പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ അതിൽ വളരെ കുറച്ചാളുകൾ മാത്രം എന്നെ താത്വികമായി അറിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പരമാത്മാവ് ബ്രഹ്മമാണ് എന്നറിയുന്നു. മറ്റുള്ളവർ ദേവകീ പുത്രനായിട്ട് എന്നെ വിചാരിച്ചുകൊണ്ടിരിക്കും. അവര് വൃന്ദാവനത്തിലും ഗോകുലത്തിലും എല്ലാം ഇങ്ങനെ കറങ്ങി നടക്കും. മോശം എന്നല്ല ഞാൻ പറയുന്നു. പറ്റുമെങ്കിൽ അവിടെ പോകണം, ഭക്തി വളരട്ടെ, ഭക്തി നല്ല ഭാഗപ്പെടട്ടെ. ഈ കൃഷ്ണൻ അവതരിക്കേണ്ടത് അവനവന്റെ ഹൃദയത്തിലാണ്. ഏത് ദേവതയും അവതരിക്കേണ്ടത് അല്ലെങ്കിൽ അവതരിക്കുന്നത്, അവതരിക്കാൻ സാധ്യതയുള്ളത് മനുഷ്യ ഹൃദയത്തിലാണ്. പുറമേ ഒരവതാരവും സാധ്യമല്ല. പുറത്ത് മായാമണ്ഡലമാണ്. ഈ മായാമണ്ഡലത്തിൽ ഭഗവാൻ അവതരിക്കണമെന്ന് നമ്മൾ പറയുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന അനീതിയല്ലേ? നമ്മുടെ ഹൃദയത്തിൽ, ഹൃദയഗുഹയിൽ, അവിടെയാണ് ഭഗവാന്റെ വാസസ്ഥാനം. അവിടെ ഇനി പ്രത്യേകിച്ച് ഒരു അവതാരത്തിന്റെ ആവശ്യവുമില്ല. എപ്പോഴും ഉണ്ടല്ലോ അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവ ച ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഉണ്ട് എന്നാണ്. ഇനി ഉള്ള ദൈവത്തെയാണ് നിങ്ങൾ അവതരിക്കാൻ പറയുന്നത്. അവിടെ ഉണ്ട്, ഒന്ന് കണ്ടാ മതി. അദ്ദേഹത്തെ അവിടെ അന്വേഷിക്കൂ എന്നാണ്. ഏത് വസ്തുവിനെയും അതുള്ള ഇടത്ത് തിരഞ്ഞാലേ കിട്ടൂ. അത് ഇല്ലാത്ത സ്ഥലത്ത് എത്ര പേർ എത്ര വർഷം തിരഞ്ഞാലും ആ നഷ്ടപ്പെട്ട വസ്തു കിട്ടാൻ പോകുന്നില്ല. എവിടെയാണ് നഷ്ടപ്പെട്ടത്? അത് ശാസ്ത്രങ്ങളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങൾ സത്യത്തെ നഷ്ടമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് നഷ്ടമാക്കി? അന്വേഷിക്കാത്തത് കൊണ്ട് നഷ്ടമാക്കി. അവിടെ മാത്രം അന്വേഷണമില്ല, അന്വേഷണം മുഴുവൻ പുറത്താണ്. ഉള്ളിലാണ് ആ വസ്തു സ്ഥിതി ചെയ്യുന്നത്. ഞാനായി അതിനെ അവിടെ തിരയാതെ പുറമേ തിരഞ്ഞത് കൊണ്ട് അതെങ്ങനെ കിട്ടും? അതുകൊണ്ട് ഉള്ളയിടത്ത് അന്വേഷിക്കൂ എന്നാണ്. ഇവിടെ എന്ത് പറയുന്നു? ഉட்പുറമ്പാം പൂശനയും, അകത്തുള്ള പൂജയും പുറത്തുള്ള പൂജയും. പൂശന എന്ന് പറഞ്ഞാൽ പൂജ, ആന്തര പൂജയും ബാഹ്യ പൂജയും. വിഗ്രഹം, ബിംബം, സാളഗ്രാമം, ശിവലിംഗം ഇതൊക്കെ വെച്ച് പുറത്ത് ആരാധിക്കുന്നതായാലും ഈശ്വരനെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നതായാലും അവിടെ ഒരു ആ ദിവ്യ രൂപത്തെ ഭാവന ചെയ്ത് ആ ആന്തരമായ വിഗ്രഹത്തെ ആരാധിച്ചാലും ഏതു തരം പൂജയായാലും ഉட்പുറമ്പ് ആം പൂശനയും, അകത്തോ പുറത്തോ ഉള്ള പൂജയായാലും യോഗ സമാധികളും. ഈ യോഗം എന്ന് പറഞ്ഞാൽ യോഗം, മുമ്പിൽ ഒരു ഈ ചേർത്ത്. രാവണൻ എന്ന് പറഞ്ഞാൽ തമിഴന്മാര് പറയുന്നത് ഇരാമണൻ, ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ഇലക്കുമണൻ, രാമൻ എന്ന് പറഞ്ഞാൽ ഇരാമൻ, രവി എന്ന് പറഞ്ഞാൽ ഇരവി. അപ്പൊ രവിപുരമാണ് കൊല്ലത്തെ ഇരവിപുരമായത്. രവിന്നേ ഉള്ളൂ. ആ തമിഴിന്റെ ചുവട് പിടിച്ചാണ് ഇരവിപുരം എന്നുള്ള വാക്ക് വന്നത്. സംഭവം രവിപുരം തന്നെയാണ്, എറണാകുളത്തുള്ള രവിപുരം. രായിൽ തുടങ്ങുന്ന അക്ഷരങ്ങളുടെ മുമ്പിൽ തമിഴ് മാതൃഭാഷയായിട്ടുള്ളവർ ഈ കൂടെ ചേർത്തേ പറയും. രാ ല, ലക്ഷ്മണൻ ഇലക്കുമണൻ. രാക്കും ലാക്കും ഈ നിയമം ബാധകമാണ്.
അപ്പോൾ യോഗം എന്നുള്ളതിനെ തന്നെയാണ് ഇവിടെ യോഗം എന്ന് പറയുന്നത്. യോഗ സമാധികളും യോഗാനുഷ്ഠാനവും അതുകൊണ്ട് നേടുന്ന സമാധി അവസ്ഥയും ശുട്ടറിവ് കെട്ടവർ പോൽ തൂങ്ങുവതും. ശുട്ടറിവ് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്ന അറിവ്. ജീവനാണ് ഓരോന്നിനെ ചൂണ്ടുന്നത്. അതെന്തുകൊണ്ടാണ് ഒന്നിനെ എന്ന് പറയുന്നത്? ഈ ഞാനുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ്. ഞാനൊരു വസ്തുവിനെ ആദ്യം താരതമ്യം ചെയ്യും. അത് അടുത്താണെങ്കിൽ ഇത്, ജീവനില്ലാത്തതാണെങ്കിൽ ഇത്. അതൊരു പുരുഷനാണെങ്കിൽ ഇവൻ, ഇല്ലെങ്കിൽ ഇദ്ദേഹം. സ്ത്രീയാണെങ്കിൽ ഇവൾ, ഇല്ലെങ്കിൽ ഇവർ. ഇപ്പൊ ഇവൻ അകലെയാണെങ്കിൽ അവൻ, അവൾ, അത്, അവർ. ഇതൊക്കെ ആരെ വെച്ചിട്ട്? ഞാനിനെ വെച്ചുകൊണ്ടാണ്. ഞാനില്ലാത്തവന് നീയോ അവനോ ഉണ്ടോ? അതോ ഇതോ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവും. ഞാനല്ലേ ആ റെഫറൻസ് പോയിന്റ്. ഈ ഞാൻ എന്നുള്ളതുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ അത്, ഇത്, അവൻ, അവൾ, ഇവൾ എന്നൊക്കെ പറയുന്നത്. അതിനെയാണ് ശുട്ടറിവ്, ജീവബോധം എന്ന് ചുരുക്കം. ഞാൻ എന്നുള്ള ഭാവം. ശുട്ടറിവ് കെട്ടവർ പോൽ, ജീവബോധമൊക്കെ നഷ്ടപ്പെടുത്തിയവരെ പോലെ തൂങ്ങുവതും. അവർ ഉറങ്ങുന്നതാണ്. ജീവബോധം നഷ്ടപ്പെടുത്തിയവരെ പോലെ ഉറങ്ങും എന്ന് പറഞ്ഞാൽ ഈ സമാധിയാണ് ഈ ഉറക്കം എന്ന് പറഞ്ഞത്. പ്രകൃതി കനിഞ്ഞ് അരുളുമ്പോൾ, പ്രകൃതിയുടെ കനിവ് കൊണ്ട് നമ്മുടെ പ്രയത്നം കൂടാതെ നമുക്ക് കിട്ടുന്നതാണ് ഉറക്കം. ഞാൻ ബോധപൂർവമായി ശ്രമിച്ച് നേടുന്നത് സമാധി. വലിയ വ്യത്യാസമൊന്നുമില്ല എന്നർത്ഥം. രണ്ടിടത്തും ദ്വൈതത്തിന്റെ കണിക പോലുമില്ല, അഹങ്കാരത്തിന്റെ ലാഞ്ചനയുമില്ല. അപ്പോ ഉറക്കവും സമാധിയും ഒന്നാണോ എന്ന് ചോദിക്കും. ജ്ഞാനം പ്രകാശിക്കുന്നില്ല എങ്കിൽ, ഉറക്കത്തിലെ അത് പ്രകാശിക്കുന്നില്ല, നമുക്കെല്ലാം അത് വ്യക്തമാണ്. സമാധി അവസ്ഥയിൽ കടന്നിട്ടും ആ അദ്വൈത സത്യം സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എങ്കിൽ അത് ഉറക്കം പോലെ തന്നെയാണ്. ഒന്ന് വരുത്തി വെച്ച ഉറക്കം, മറ്റേത് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഉറക്കം. അത്രയും വിശേഷിച്ച് വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട്? അറിവ് പ്രകാശിക്കണം സമാധി അവസ്ഥയിൽ. ചിത്തവൃത്തികളെ നിരോധിച്ചത് കൊണ്ട് മാത്രമായില്ല. ചിത്തവൃത്തികളെ നിരോധിച്ചാൽ ആ എത്ര കണ്ട് വൃത്തികൾ നിരോധിക്കപ്പെടുന്നുവോ അത്ര കണ്ട് ഒരു സുഖം, ശാന്തി ഉള്ളിൽ അനുഭവപ്പെടും. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാം ഒന്നാണെന്നുള്ള അറിവ് പ്രകാശിച്ചോ ഉള്ളിൽ, ഞാൻ ബ്രഹ്മമാണ്, ഈ പ്രപഞ്ചം പരമാത്മാവിന്റെ തന്നെ പ്രകടനമാണ് എന്നുള്ള കാര്യം പ്രത്യക്ഷമായി സാക്ഷാത്കരിച്ചുവോ, ഇല്ലെങ്കിൽ സമാധിയും ഉറക്കവും തുല്യം. രണ്ടിലും സുഖവും ഉണ്ടല്ലോ. സമാധിയിൽ സുഖം അനുഭവിക്കാറുണ്ട്, ഉറക്കത്തിൽ സുഖം അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഉറക്കത്തെ അപേക്ഷിച്ച് സമാധിക്ക് എന്താണ് മെച്ചം എന്ന് ചോദിച്ചാൽ കാര്യമായ മെച്ചമൊന്നുമില്ല. ശുട്ടറിവ് കെട്ടവർ പോൽ തൂങ്ങുവതും. ജീവബോധം നശിച്ച യോഗിമാർ സമാധിയിൽ ഇരിക്കുന്നത് പോലെയൊക്കെ പുറത്ത് ഷോ കാണിക്കാമല്ലോ, വിദഗ്ധന്മാരാണല്ലോ. ഏതൊക്കെ ഗുണവിശേഷങ്ങൾ തന്നിലില്ലയോ അതൊക്കെ തന്നിൽ ഉണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക. ഇതാണ് ഷോ. ഭക്തി എന്നുള്ളത് ഉള്ളിലില്ല. പക്ഷെ എന്താ? ഭസ്മം വാരിപ്പൂശും, കഴുത്തിൽ രുദ്രാക്ഷമാല, കയ്യിലൊരു ഭാഗവതം. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് അതിൻ്റെ ഒരക്ഷരം അദ്ദേഹത്തിന് പിടിയില്ല. നല്ല ഒരു പട്ട് തുണിയിൽ ആ ഭാഗവതമൊക്കെ ഇങ്ങനെ മടക്കി, ഈ ഭസ്മമൊക്കെ ധരിച്ച്, ഹരേ രാമ ഹരേ കൃഷ്ണ പ്രിന്റ് ചെയ്ത വസ്ത്രവും ഉടുത്ത്, അതുപോലെ ഒരെണ്ണം എടുത്ത് പുറച്ച്. ഞാൻ പരിഹസിക്കുകയാണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുന്നു. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അനൗചിത്യമോ അതിശയോക്തിയോ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ അനൗചിത്യം ഉണ്ടെങ്കിൽ പറയാം, അതിശയോക്തി ഉണ്ടെങ്കിലും പറയാം, താൻ പെരുപ്പിച്ച് പറയുകയാണെന്ന് പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞത് ശരിയല്ല, ഇതൊക്കെ തെറ്റാണ്, എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഉള്ളിൽ പക്ഷെ ഭക്തി ഇല്ലാത്തവർ ഈ വേഷം കെട്ടുന്നുണ്ടല്ലോ, അതിന് മാത്രമേ പറഞ്ഞുള്ളൂ. ഉള്ളിൽ ഭക്തിയുള്ളവരെ ഞാൻ വിമർശിക്കുന്നില്ല, അതെന്റെ ജോലിയുമില്ല. ഈ വിമർശിക്കുന്നത് കൊണ്ട് അവരെ കൊച്ചാക്കണമെന്നല്ല ഉദ്ദേശം, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകണമെന്നുള്ളതാണ്. ആ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് സതുദ്ദേശവുമാണ്. ആ ഉദ്ദേശ ശുദ്ധിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശവുമില്ല, അതും പറഞ്ഞേക്കാം. എന്തിനാണ് ഇത് പറയുന്നത്? ആരെയും പരിഹസിക്കാനോ മോശക്കാരാക്കാനോ അല്ല. കാപട്യത്തെയാണ് നമ്മൾ അധിക്ഷേപിക്കുന്നത്. വെളിവേഷമുണ്ടല്ലോ, ഈ വേഷം കെട്ടലിനെയാണ് നമ്മൾ പുച്ഛിക്കുന്നത്, അല്ലാതെ അത് ചെയ്യുന്ന വ്യക്തിയെ അല്ല. നമുക്ക് വ്യക്തികളോട് യാതൊരു വിരോധവുമില്ല, ഒരു വ്യക്തിയോടും വിരോധവുമില്ല. പക്ഷേ ഈ വേഷം കെട്ട് വേണ്ട, അതിൽ മോഹിതരാവരുത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു. ശുട്ടറിവ് കെട്ടവർ പോൽ തൂങ്ങുവതും
ഉള്ളിൽ ജീവബോധം നഷ്ടപ്പെട്ടതുപോലെയൊക്കെ നമുക്ക് നടിക്കാം, ഭാവിക്കാം. പക്ഷെ ഉള്ളിൽ ജീവബോധം പോയിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള കർമ്മങ്ങളെയൊക്കെ വിട്ട് ഉപേക്ഷിച്ച് ശരിക്കും ജ്ഞാനിയാവും, ശരിക്കും ജീവബോധമില്ലാത്തവരായി മാറും. ഇങ്ങനെയുള്ള ഷോയ്ക്കൊന്നും പോരുത്. അങ്ങനെയുള്ള പരിപാടികളെയൊക്കെ ഉപേക്ഷിക്കണം. എന്നിട്ട് എങ്ങനെ ഇരിക്കണം? ജ്ഞാനിയായിരിക്കണം എന്ന് പറഞ്ഞു. ഈ ജ്ഞാനി എങ്ങനെയാ? അഹംബോധം നശിച്ചവനാണ് എന്ന് നമ്മൾ പറയുന്നു. ഉള്ളിൽ അഹങ്കാരമില്ലാത്തവനാണ്. പക്ഷെ അയാളും ഞാനെന്ന് പറയാറുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ പ്രാവശ്യം അദ്ദേഹം ഞാനെന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജീവബോധം ഉണ്ടെന്ന് കരുതണോ, ഇല്ല എന്ന് കരുതണോ? പറഞ്ഞത് കൊണ്ട് ജീവബോധം ഉള്ളതാവുമോ, പറയാത്തത് കൊണ്ട് ഇല്ലാതെയുമാവുമോ? പറയുന്നതല്ല കാര്യം, അകത്ത് ആ ഭാവം ഉണ്ടോ എന്നുള്ളത്. വ്യവഹാരത്തില് അവനവനെ സൂചിപ്പിക്കാൻ ഞാൻ എന്നുള്ള വാക്കേ ഉള്ളൂ നമ്മുടെ മലയാളത്തില്. അവനവനെ സൂചിപ്പിക്കാൻ പിന്നെ നീ എന്ന് പറയാൻ പറ്റുമോ? സാറേ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ കഴിച്ചു എന്ന് പറയൂ. തന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ ഞാൻ കഴിച്ചു അല്ലെങ്കിൽ ഞാൻ കഴിച്ചില്ല ഇതല്ലേ പറയാൻ പറ്റൂ. അപ്പൊ അവനവനെ പരാമർശിക്കുമ്പോൾ കർമ്മരംഗത്ത്, വ്യവഹാര രംഗത്ത് ഈ ഞാൻ എന്നുള്ള വാക്ക് പ്രയോഗിച്ചേ പറ്റൂ. അത് ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ആ പ്രയോഗം കൂടിയേ തീരൂ. ഇവിടെ ജ്ഞാനിയുടെ നില അന്തരമായ നിലയാണ് പറയുന്നത്. പകൽ വിളക്കും ഉച്ചിപ്പടികമും പോലെ പാശമകല നിർപ്പാർക്ക് ആർ ശരി ഒപ്പാർ. പകൽ വിളക്കും ഉച്ചിപ്പടികമും. ജ്ഞാനിയുടെ അഹംബോധം, ജ്ഞാനിയുടെ ഉള്ളിൽ അഹംബോധമുണ്ടോ? ഉണ്ട്. പിന്നെന്താ അഹങ്കാരനാശം നേടിയാലേ ആത്മജ്ഞാനം കിട്ടുമെന്നൊക്കെ നിങ്ങൾ പറയുന്നത്? അതെ, ജ്ഞാനിയുടെ ഉള്ളിൽ അഹംബോധമുണ്ട്, ഞാനെന്നുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അത് നിഴല് പോലെയേ ഉള്ളൂ. അതേതും അതിനൊരു ഉദാഹരണം പറയുകയാണ്. നട്ടുച്ചയ്ക്ക് നമ്മുടെ വീട്ടിന്റെ നടയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ എങ്ങനെ? പ്രത്യേകിച്ച് ആ വിളക്കിൽ നിന്ന് വല്ല പ്രകാശവും കിട്ടുമോ? എന്നാൽ വിളക്ക് പ്രകാശിക്കുന്നില്ലേ? അതിനേക്കാളും ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന സൂര്യൻ മുകളിൽ പ്രകാശിക്കുന്നു. അതിന്റെ മുമ്പിൽ ഈ വിളക്കിന്റെ പ്രകാശം ഒന്നുമല്ല. ഈ വിളക്ക് നിഷ്പ്രഭമായി പോകുന്നു. അപ്പോൾ ആ വിളക്കിന്റെ പ്രകാശം നഷ്ടമായോ എന്ന് ചോദിച്ചാൽ നഷ്ടമായിട്ടില്ല, അതിന്റെ പ്രസക്തി നഷ്ടം. ഇതുപോലെ ആത്മപ്രകാശത്തിൽ ജീവബോധത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു. അതവിടെ ഉണ്ട്. അതിൽ ഉള്ളിടത്തോളം കാലം അത് ഇനി പ്രകാശം പരത്തും. പക്ഷേ അതിന്റെ പ്രകാശത്തിൽ വേണ്ട അയാൾക്ക് അനുഭവിക്കാൻ. സൂര്യപ്രകാശം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തിലല്ലേ നമ്മൾ വസ്തുക്കളെ കാണുന്നത്. പിന്നെ ഈ വിളക്കിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇല്ല. പക്ഷേ അതവിടെ ഉണ്ട്. നട്ടുച്ചയ്ക്ക് കത്തിച്ചു വെച്ച വിളക്ക് പോലെയാണ് ജ്ഞാനിയുടെ ഉള്ളിൽ ആ പ്രകാശിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഈ ജീവന്റെ പ്രകാശം. ജീവബോധം നശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മഹാപ്രകാശത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതായി പോകുന്നു. ആ ഭാവം അവിടെ ഉണ്ട്, പക്ഷെ അത് ഒന്നുമല്ലാതായിത്തീരുന്നു ആ ആത്മജ്യോതിസിന്റെ മുമ്പിൽ. അതുപോലെയും അടുത്ത ഉദാഹരണം എന്താ? ഉച്ചിപ്പടികമും. ഉച്ചിപ്പടികം എന്ന് പറഞ്ഞാൽ എന്താ? നട്ടുച്ചയ്ക്ക് ഇതുപോലെ തന്നെ പുറത്ത് വെച്ച ഒരു സ്ഫടികം. ഈ ഉച്ചി എന്നുള്ള വാക്ക്, നമ്മൾ ഉച്ചി എന്ന് പറഞ്ഞാൽ ഈ തലയുടെ മുകൾ ഭാഗം. തമിഴിലും അങ്ങനെയാണ് ഉച്ചി. പക്ഷെ ഉച്ച എന്നുള്ള അർത്ഥത്തിലും അവർ ഉച്ചി എന്ന് പ്രയോഗിക്കും തമിഴിൽ. അതാണ് നമ്മൾ മലയാളത്തിൽ ഉച്ച എന്ന് പറയുന്നത്. ഒരാൾ ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് നിലവിളിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ശബ്ദത്തിൽ നിലവിളിച്ചു എന്നാണ്. ഉച്ചം, ഉച്ചി, ഉച്ച, ടോപ്പ് മോസ്റ്റ്, സെനിത്ത്, മുകളിൽ എന്നൊക്കെയാണ് അർത്ഥം. ആ നട്ടുച്ചയ്ക്ക് വെച്ച കത്തിച്ചു വെച്ച വിളക്ക് പോലെയോ അല്ലെങ്കിൽ അവിടെ വെച്ച ഒരു സ്ഫടികം പോലെയോ. സ്ഫടികം ഇരുട്ടിൽ വെച്ചാലാണ് അതിന്റെ പ്രകാശം. സ്ഫടികം അല്ലെങ്കിൽ രത്നം, അതിന്റെ പ്രകാശം. വെയിലത്ത് കൊണ്ട് സ്ഫടികം വെച്ചാൽ അതിന്റെ പ്രകാശം സൂര്യപ്രകാശത്തിൽ മുങ്ങിപ്പോവും. അതുകൊണ്ട് വിശേഷിച്ച് ആർക്കും പ്രയോജനമില്ല. ഉച്ചിപ്പടികമും പോൽ പാശമകല നിർപ്പാർക്ക്. പാശം, ബന്ധം. പാശം എന്ന് പറഞ്ഞാൽ കയറ് എന്നാണ് അർത്ഥം. ബന്ധം, മാനസികമായ ബന്ധം. ആ പാശത്തെ, ജീവബോധത്തെ എന്ന് നമുക്ക് അർത്ഥം പറയാം. അതിനെ വിട്ടിട്ട് നിർപ്പാർക്ക്, അങ്ങനെ നിൽക്കുന്ന യഥാർത്ഥ ജ്ഞാനികളുണ്ടല്ലോ, സത്യദർശികൾ, ജീവൻ മുക്തന്മാർ, ആർ ശരി ഒപ്പാർ. അവർക്ക് തുല്യരായി ആരുണ്ട്? അവർക്ക് തുല്യം അവർ മാത്രം. അവരെ പോലെയൊക്കെ ബാക്കിയുള്ളവനെ വേഷം കെട്ടാം. ഈ വേഷം കെട്ടാൻ നമ്മൾ ആരും പഠിപ്പിക്കണ്ട. ശ്രദ്ധിച്ചിട്ടുണ്ട്? കൊച്ചുകുട്ടികൾ നോക്കൂ, ഈ അനുകരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജീനുകളുടെ ഉള്ളിൽ കയറിയ സ്വഭാവമാണ്. ജീൻ, ആ ക്രോമസോം ജീൻ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ.
ആ പാരമ്പര്യത്തെ നിലനിർത്തുന്ന ഘടകം, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഈ അനുകരണ സ്വഭാവം. മുതിർന്നവർ എന്ത് കാണിക്കുന്നോ അതിനെ അന്ധമായി കുട്ടികൾ അനുകരിക്കും. നല്ലതായാലും ശരി, ചീത്തയായാലും ശരി. അവർ അവിവേകികളാണല്ലോ, ബാലന്മാരാണല്ലോ. ഈ അനുകരിക്കുന്ന സ്വഭാവം എങ്ങനെ വന്നു? മനുഷ്യന് ജന്മസിദ്ധമാണത്, അതിന് വേറെ കാരണമൊന്നുമില്ല. അതുകൊണ്ട് ജ്ഞാനികളെ പോലെയൊക്കെ ഷോ കാണിച്ചാലോ വേഷം കെട്ടിയാലോ ഒന്നും ജ്ഞാനിയാവില്ല. ആ ജ്ഞാനികൾക്ക് തുല്യം അവർ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ വ്യാഖ്യാതാവ് പറയുന്നതാണ്, ഈ സമാധി ഉണ്ടല്ലോ, ജ്ഞാനിനെ കൃത്രിമമായി ലയിപ്പിച്ചിട്ട് സുഖം അനുഭവിക്കുന്ന ഏർപ്പാട്, ഇത് തന്നെയാണ് സമാധി. ജ്ഞാനിനെ കൃത്രിമമായി ലയിപ്പിച്ച് സുഖിക്കുന്ന ഏർപ്പാട്. ഈ സമാധിയിൽ ദുഃഖമാണ് ലഭിക്കുന്നതെങ്കിൽ ആരെങ്കിലും അത് ശീലിക്കൂ? എല്ലാവർക്കും സുഖമല്ലേ വേണ്ടത്? വിഷയങ്ങളെ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, വിഷയങ്ങളെ ആശ്രയിക്കുന്നില്ല. തൻ്റെ തന്നെ മനസ്സിൻ്റെ ചിത്തവൃത്തികളെ, ആ വൃത്തികളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ലയിപ്പിച്ചിട്ട് അദ്ദേഹം ആ ഉൾസുഖത്തെ അനുഭവിക്കുന്നു. ചോദ്യം അതല്ല, നിങ്ങൾക്ക് ജ്ഞാനം കിട്ടിയോ എന്നുള്ളത്. ജ്ഞാനത്തിനോടൊപ്പം നിങ്ങൾക്ക് സുഖം കിട്ടും, പക്ഷെ സുഖത്തോടൊപ്പം എപ്പോഴും ജ്ഞാനം കിട്ടണമെന്നില്ല. നമുക്ക് എത്രയോ സുഖാനുഭവങ്ങളുണ്ട്, അവിടെയൊന്നും ആത്മജ്ഞാനം പ്രകാശിക്കുന്നില്ലല്ലോ. പക്ഷെ ആത്മജ്ഞാനം പ്രകാശിച്ചാൽ ആത്മാനന്ദം അതിൻ്റെ കൂടെ ഫ്രീ കിട്ടും. ഈ ജ്ഞാനവും ആനന്ദവും ചേർന്നാണ്. ജ്ഞാനത്തിൻ്റെ വേറൊരു സ്വരൂപം തന്നെയാണ് ആനന്ദം. അതുകൊണ്ട് ആത്മജ്ഞാനി ദുഃഖിക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ സമാധി പോലെ മനസ്സും അഹങ്കാരവും ഒക്കെ ലയിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ ഉള്ള ഒരു ദോഷം, ആ മനസ്സ് വീണ്ടും ദേഹതലത്തിലോ ഇന്ദ്രിയതലത്തിലോ പ്രപഞ്ചതലത്തിലോ ഇറങ്ങി വരുമ്പോൾ പണ്ടത്തെ പോലെ തന്നെ ചലിക്കും. അതിൻ്റെ ചലനം ഇടയ്ക്ക് കുറച്ചു നേരം നിന്നു നിലച്ചു എന്നുള്ളതല്ലാതെ ശാശ്വതമായി അത് നിശ്ചലമായിട്ടില്ല. ഇതാണ് ഒരു ദോഷം. ഇനി രണ്ടാമത്തെ ദോഷം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ അഹങ്കാരത്തെ നിങ്ങളിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനം നേടാനുള്ള ആ സാധ്യത തന്നെ അവിടെ അടഞ്ഞു പോകുന്നു. നമുക്ക് ലയമല്ല വേണ്ടത്, ഞാനിനെ ഉണർത്തി നിർത്തി സാക്ഷ്യഭാവത്തിൽ നിൽക്കണം. അവിടെ ഞാൻ ലയിക്കരുത്. എല്ലാവരും എന്താ വിചാരിക്കുന്നത്? ഈ ഞാനിനെ അങ്ങ് ലയിപ്പിച്ചു കളയുക. വേദാന്തം ആവശ്യപ്പെടുന്നത് ലയനമല്ല, പാർട്ടികളുടെ ലയന സമ്മേളനമല്ല. വേദാന്തം ആവശ്യപ്പെടുന്നത് അഹങ്കാര നാശമാണ്, അഹങ്കാര വിലയമല്ല. സമാധിയിൽ സംഭവിക്കുന്നത് അഹങ്കാര നാശമല്ല, അഹങ്കാര വിലയം മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള സമാധിയിൽ വീണ്ടും വീണ്ടും പ്രവേശിച്ച് ആ സമാധി സുഖത്തിൽ ഒരു സംഘം ഉണ്ടാവും. നല്ല പോലെ മനസ്സിലാക്കണം, ഈ സുഖത്തിനുള്ള തൃഷ്ണയുണ്ടല്ലോ, അത് മനുഷ്യ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പോവില്ല. എങ്ങനെയാണോ ലൗകിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇന്ദ്രിയ പദാർത്ഥങ്ങളിൽ നമുക്ക് സുഖിക്കാനുള്ള ഒരു തൃഷ്ണ തോന്നുന്നത്, ഇതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷയങ്ങളെ അനുഭവിക്കാതെ തന്നെ അവനവന്റെ ഉള്ളിലുള്ള ആ ചിത്തലയം കൊണ്ടുണ്ടാകുന്ന സുഖത്തെ അനുഭവിക്കാനുള്ള ഒരു തൃഷ്ണയും എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമുക്ക് സുഖത്തിലുള്ള തൃഷ്ണ പോകണം, യഥാർത്ഥ സുഖം കിട്ടണം. യഥാർത്ഥ സുഖം കിട്ടി എന്നുള്ളതിന്റെ തെളിവെന്താണെന്ന് അറിയാമോ? ഇനി എനിക്ക് സുഖിക്കണം എന്നുള്ള ആഗ്രഹമേ ഉണ്ടാവില്ല. സമാധിയിൽ പ്രവേശിച്ച് അതിൽ നിന്ന് പുറത്തു കിടക്കുന്ന ഒരാൾക്ക് ആ സുഖം നഷ്ടമായി എന്നുള്ള ഒരു കുണ്ഠിതമായിരിക്കും ഉണ്ടാവും. വീണ്ടും അതിൽ പ്രവേശിച്ച് ആ സുഖം അനുഭവിക്കണം എന്നായിരിക്കും അയാളുടെ ഉള്ളിലെ ചിന്ത. ആത്മജ്ഞാനിക്ക് ആ നിരന്തരമായ സുഖം എപ്പോഴും ഉള്ളിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത് നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് ആ സുഖത്തിലുള്ള തൃഷ്ണ തന്നെ ഇല്ലാതെയാവും. അദ്ദേഹം എപ്പോഴും സുഖിക്കുന്നു, സുഖിക്കുക മാത്രം ചെയ്യുന്നു. യോഗരതോവ ഭോഗരതോവ സംഗരതോവ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. നിങ്ങൾ യോഗത്തിൽ രതിയുള്ളവരായിക്കോളൂ, അല്ലെങ്കിൽ ഭോഗത്തിൽ രതിയുള്ളവരായിക്കോളൂ. സംഗരതഃ, സംഘത്തിൽ രതിയുള്ളവരായിക്കോട്ടെ, സംഘമില്ലാത്തവരായിക്കോട്ടെ, ഒരൊറ്റ കാര്യം മാത്രം പരിശോധിക്കൂ. ഉള്ളിൽ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം, ഒരു ഉൾപുളകം, രോമാഞ്ചം, കണ്ണിൽ നിന്ന് അശ്രുക്കൾ പൊഴിയുന്നുണ്ടോ? നിങ്ങൾ ആത്മാവിനെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞു. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം,
അതിനെ അറിയണമെന്നൊന്നുമില്ല. ആത്മാവ്, ബ്രഹ്മം, ബോധമെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഉള്ളില് ഒരു 1000 പൊള്ളിയാൻ ഒരുമിച്ച് മിന്നിയതുപോലെ ഒരു പ്രകാശവും എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആത്മാവിനെ സാക്ഷാത്കരിച്ചത് കൊണ്ടല്ല. ഇങ്ങനെ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുവെങ്കിൽ, ശരീരം കോരിത്തരിക്കുന്നുവെങ്കിൽ, അത് തന്നെയാണ് ആത്മാനുഭവം. എന്തുകൊണ്ടെന്നോ, ഈ ആത്മാവ് ആനന്ദ സ്വരൂപനാണ്. അതാണ് നിങ്ങൾക്ക് അതിനെ ഓർമ്മിക്കുമ്പോഴും കിട്ടുന്നത്. ഇനിയിപ്പോൾ ഈ പ്രത്യേകിച്ച് എന്തിനാണ് അതിനെ സാക്ഷാത്കരിക്കേണ്ടത്? നമുക്ക് വേണ്ടത് നിരന്തരമായ ആനന്ദാനുഭവമാണ്. അത് ബ്രഹ്മസ്മരണയിലൂടെ തന്നെ കിട്ടുന്നുവെങ്കിൽ ഇനി നിങ്ങൾ അതിനെ സാക്ഷാത്കരിക്കണ്ട. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരാളെ വാക്കകത്ത് പഞ്ചസാര കൊണ്ടുവന്നിടുന്നു. അതിൻ്റെ സ്വാദ് നമ്മൾ നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പഞ്ചസാരയുടെ നിറമോ അതിൻ്റെ ക്രിസ്റ്റൽ ഷേപ്പോ അറിയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ പഞ്ചസാരയുടെ മാധുര്യമല്ലേ അനുഭവിക്കുന്നത്. ഇനി അതിൻ്റെ ആ നിറം, വെളുത്ത നിറമോ അല്ലെങ്കിൽ ആ ക്രിസ്റ്റൽ ഷേപ്പോ നമ്മൾ കണ്ടത് കൊണ്ടും ഇതിനെ അനുഭവിക്കാത്തിടത്തോളം ആ പഞ്ചസാരയുടെ രുചി നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആനന്ദാനുഭവമാണ്, ശാന്തിയാണ്, സുഖമാണ് നമുക്ക് വേണ്ടത്. അറിവ് പിന്നെ ആവട്ടെ. അറിഞ്ഞാലല്ലേ സുഖം കിട്ടൂ എന്നല്ലേ നേരത്തെ പറഞ്ഞത്. ജ്ഞാനം നേടിയാൽ ആനന്ദം ഫ്രീ എന്നാണല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഈ ആനന്ദവും അറിവും യഥാർത്ഥത്തിൽ രണ്ടല്ല. അതാണ് സത്യം. ഒരാൾ ആത്മാവിനെ അനുഭവിക്കുന്നു. ഈ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ ഒരു അറിവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. ഒന്നിനെ നാം അനുഭവിക്കുന്നു, അതിനേക്കാളും വലിയ ഒരു അറിവ് നമുക്ക് സ്വന്തമാക്കേണ്ടതായിട്ടുണ്ടോ? അറിവിന്റെ പരമകാഷ്ഠയല്ലേ അനുഭവിക്കൽ. പഞ്ചസാരയുടെ അറിവിന്റെ പാരമ്യത, അതിന്റെ രുചി അനുഭവപ്പെടുമ്പോഴാണ് നമുക്കുണ്ടാവുന്നത്. അല്ലാതെ അതിനെ എത്ര അടുത്ത് കൊണ്ടുവന്ന് ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ചാലും പഞ്ചസാരയുടെ അറിവ് പൂർണ്ണമാവില്ല. അതിനെ വായിലിട്ട് അതിന്റെ മധുര രസം അനുഭവിക്കണം. അപ്പോ അറിവ് സഫലമാകുന്നത്, അതിന്റെ പാരമ്യതയിൽ എത്തുന്നത് അനുഭവത്തിലൂടെയാണ്. അതുകൊണ്ട് അറിവിനേക്കാൾ മേലെയാണ് അനുഭവം. അറിവുണ്ടാകുമ്പോൾ തന്നെ അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് ശരി. ആത്മസാക്ഷാത്കാരത്തിന്റെ കാര്യത്തിൽ അറിവും ആനന്ദവും സ്വരൂപമായ വസ്തുവിനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് അറിവും ആനന്ദാനുഭവവും ഒരുമിച്ചുണ്ടാകുന്നു. അവിടെ അറിവിന് അത്ര പ്രാധാന്യം കൊടുക്കണ്ട, നമുക്കത് കിട്ടിക്കോളും. ആനന്ദത്തിനാണ് അവിടെ മുൻതൂക്കം, സുഖത്തിനാണ് മുൻതൂക്കം. അപ്പൊ ഈ സമാധിയിൽ കിടന്നാലുള്ള ഒരു ദോഷം, അവിടെ ആ സമാധി അവസ്ഥയിൽ നിന്ന് നാം തിരിച്ചിറങ്ങി വരുമ്പോൾ മനസ്സ് പണ്ടത്തെ പോലെ തന്നെ ചഞ്ചലമായിരിക്കും. ആ വാസനകളൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, ഒന്നും നശിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ എല്ലാം കൊണ്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. രണ്ടാമത്തെ ദോഷം, ഈ മനസ്സല്ലെങ്കിൽ അഹങ്കാരത്തെ ലയിപ്പിക്കുന്നതിലൂടെ ഈ സാക്ഷാത്കാരം നേടാനുള്ള വാതിലും കൂടെ നാം കൊട്ടിയടയ്ക്കുന്നു. എന്തുകൊണ്ട്? ഈ ഞാനിനെ ഉണർത്തി നിർത്തിയിട്ട് വേണം ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ. എങ്ങനെ സാക്ഷാത്കരിക്കണമെന്നറിയാമോ? ഈ ഞാൻ ആത്മാവാണെന്നാണ് സാക്ഷാത്കരിക്കേണ്ടത്. അതിനെ ലയിക്കാൻ സമ്മതിച്ചാൽ ഈ ആത്മാവിനെ ആര് സാക്ഷാത്കരിക്കും? അല്ല, ആത്മസാക്ഷാത്കാരത്തിൽ ഈ ഞാൻ ലയിച്ച് അതുമായി ഒന്നാവും എന്നാണല്ലോ. അപ്പൊ പിന്നെ അതിനെ നേരത്തെ ലയിപ്പിച്ചാൽ എന്താ ദോഷം എന്ന് നിങ്ങൾക്കൊരു ഒബ്ജക്ഷൻ റൈസ് ചെയ്യാം. ഈ ഞാൻ ലയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നുള്ളത് വേറിട്ട് മാറി നിൽക്കാതെ അതേസമയം സുഷുപ്തിയോ സമാധിയോ പോലെ ഒരവസ്ഥയിൽ ലയിച്ചും പോകാതെ അതവിടെ ഉണ്ടാവണം. എങ്ങനെ? നട്ടുച്ചയ്ക്ക് കത്തിച്ചു വെച്ച വിളക്ക് പോലെ. ആ വിളക്ക് ഊതിക്കെടുത്തുകയല്ലേ നമ്മൾ ചെയ്യുന്നത്, അതവിടെ നിൽക്കണം. കാരണം അപ്പോഴാണ് ഈ ജീവന് പരബോധമുണ്ടാകുന്നത്, ആ ആത്മജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോഴാണ്. ആ വിളക്ക് ഊതിക്കെടുത്തിയാൽ പിന്നെ ആ സത്യത്തെ ആര് സാക്ഷാത്കരിക്കും? ഞാൻ അവിടെ പ്രകാശിച്ചു നിൽക്കട്ടെ. ആ മഹാപ്രകാശത്തിൽ ഇതിൻ്റെ ശോഭ മുങ്ങിപ്പോകണം. വിളക്കണയ്ക്കുന്നതല്ല നമ്മുടെ സംസ്കാരം, കത്തിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. വീടും നാടും കത്തിക്കുന്നതല്ല, വിളക്ക് കത്തിക്കുന്നത്. ഈ കത്തിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാക്കന്മാരെല്ലാം കൂടെ കറക്റ്റാണ് കേട്ടോ. നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. നിലവിളക്ക് കൊളുത്തുന്നതാണ് നമ്മുടെ സംസ്കാരം. ജീവബോധത്തെ ഊതിക്കെടുത്തുകയല്ല വേണ്ടത്, അതവിടെ പ്രകാശിച്ചോട്ടെ. പക്ഷെ അത് ആത്മപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ അതിൻ്റെ വ്യർത്ഥതയും അതിൻ്റെ നിസ്സാരതയും മിഥ്യാത്വവും അതിന് ബോധ്യപ്പെടണമെങ്കിൽ അതവിടെ ഉണ്ടാവണം, ലയിക്കരുത്. ഈ രണ്ട് സാധ്യതകൾ
സമാധിയിൽ മനസ്സിനെ ലയിക്കാൻ അനുവദിച്ചാൽ ഈ ആത്മസാക്ഷാത്കാരത്തിനുള്ള സാധ്യത മനസ്സിനെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടമാവും. പകൽ വിളക്ക് മുച്ചിപ്പടികമുമ്പോൾ പാശമകല നിർപ്പാർക്ക് ആർ ശരിയൊപ്പാർ. ആരാണ് ഈ ജ്ഞാനികൾക്ക് തുല്യമായിട്ടുള്ളത്? ബാഹ്യവും മാനസികവും ആയ പൂജകളും ആസനം, പ്രാണായാമം, യോഗസമാധി ഈ വക നിഷ്ഠകളും ഉപേക്ഷിച്ച് പകൽ വിളക്ക് പോലെയും ഉച്ചക്കാലത്ത് വെയിലിൽ വെച്ച സ്ഫടികം പോലെയും മാനസം സംസാര ബന്ധം വിട്ടു നിൽക്കുവാൻ അഭ്യസിച്ച് അങ്ങനെ അതിൽ ആരൂഢരായ ജ്ഞാനികൾക്ക് സമരായി മറ്റാരും ഉണ്ടാവില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി എടുത്തു കാട്ടേണ്ടതുണ്ട്. പൂജകളും യോഗസമാധികളുമെല്ലാം ജീവബോധത്താൽ ദ്വൈതഭാവനയോടെ ചെയ്യാനേ പറ്റുകയുള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ജ്ഞാനിനെ വെച്ചോണ്ട് ചെയ്യുന്ന സാധനകളെ ഉള്ളൂ. ഇവിടെ ജ്ഞാനിനെ കൂട്ടുപിടിച്ചോണ്ട് ചെയ്യുന്ന സാധനകളെ ഉള്ളൂ. ഈ ജ്ഞാനിനെ വിട്ടിട്ട് നിൽക്കുന്നതാണ് ശരിക്കുള്ള സാധന എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുകയല്ല. ആത്മപ്രകാശത്തിൽ ഈ ജീവപ്രകാശം പ്രസക്തിയറ്റതായിത്തീരും, നഷ്ടപ്പെടുന്നില്ല. വിളക്ക് കത്തിച്ച് നമ്മൾ സൂര്യപ്രകാശത്തെ വെയിലത്ത് വെക്കുകയാണ്. പക്ഷെ ആ വെയിലിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തില് ഇതിന് പ്രാധാന്യമില്ല. ഇത് കത്തിച്ചതും കത്തിക്കാതിരിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. ഒരു വിളക്ക് കത്തിച്ചാലും കത്തിച്ചില്ലെങ്കിലും ഒരുപോലെയാണ് എന്ന് പറയുന്നത് പോലെയാണ് ജ്ഞാനിയുടെ ഉള്ളിൽ ജീവബോധം ഉദിച്ചാലും ലയിച്ചാലും അവന് രണ്ടും തുല്യം. നമുക്കങ്ങനെയല്ല. ഉദിച്ച കുഴപ്പം, ലയിച്ച സുഖം. ജ്ഞാനിക്ക് അങ്ങനെയല്ല. അയാൾക്ക് ജീവബോധത്തിന്റെ ഉദയവും അസ്തമയവും ശരി സമം, ഒരു വ്യത്യാസവുമില്ല. നിരന്തരമായ ആത്മാനുഭൂതിയിലാണ് അയാൾ. ഫലമോ ദ്വൈതാനുഭവവും. അപ്പോൾ ദുഃഖത്തിന്റെ അത്യന്ത നിവൃത്തി വരണമെന്നുണ്ടെങ്കിൽ അത് ദ്വൈതത്തിലേ സാധിക്കാൻ ഒക്കുകയുമുള്ളൂ. ദുഃഖത്തിന്റെ ആത്യന്തികമായ നിവൃത്തി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ നാശം, ഇനി ദുഃഖങ്ങൾ തിരിച്ചു വരാത്ത രീതിയിലുള്ള നാശം ദ്വൈതത്തിലേ സാധിക്കാൻ ഒക്കൂ. ആയതിനാൽ വാസനകൾ ഒടുങ്ങി ചിത്തം നിർവിഷയമാകുന്നിടത്തെ ആത്മാവും മറവെന്നിയെ പ്രകാശിക്കുകയുള്ളൂ. അത് അഭേദ ഭാവനയിലേ കിട്ടുകയുമുള്ളൂ. ഞാനും ആത്മാവും ഒന്ന്. അല്പം പോലും അവിടെ ഭേദമുണ്ടാവരുത്. ഞാൻ തന്നെ അവൻ, അവൻ തന്നെ ഞാൻ. രണ്ടില്ല. അതാണ് അദ്വൈതം. തർബോധം, അതായത് ജീവബോധം നിലനിൽക്കും കാലത്തോളം ഭേദബുദ്ധി അകലുകയുമില്ല. എവിടെയാണ് ഈ ഭേദബുദ്ധിയുടെ തുടക്കം? ഞാൻ വേറെ, ബ്രഹ്മം വേറെ, അല്ലെങ്കിൽ ഈശ്വരൻ വേറെ. എനിക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കണം, ആത്മാവിനെ സ്വന്തമാക്കണം. അവിടെ നിന്ന് തുടങ്ങുന്നു ദ്വൈതബുദ്ധി. പുറമേ ഒന്നും വരണ്ട, ശരീരം, മനസ്സ്, ഈ ബാഹ്യ വിഷയങ്ങൾ അവിടെയൊന്നും വരണ്ട. അകത്ത് ഞാനും ഞാനല്ലാത്തത്, അവിടെയാണ് ദ്വൈതം തുടങ്ങുന്നത്. അവിടെ നിന്ന് കുഴപ്പവും തുടങ്ങും. എന്നിരിക്കെ ഇവിടെ ചെയ്യേണ്ടത് എന്തെന്നാൽ, വാസനാനിരാസം മൂലം മനസ്സ് ആത്മസമത്വം വരുമ്പോൾ ആത്മാവുമായി സമമാകണം. ഒരു ത്രാസിൽ ആത്മാവിനെ വെച്ചാൽ, ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ ആത്മാവിനെ വെച്ചാൽ മറ്റേ തട്ടിൽ ജീവബോധത്തെയും വെച്ചാൽ രണ്ടും ബാലൻസ് ചെയ്യണം. അല്ലേ? ആത്മാവ് കുറച്ചുകൂടെ വ്യാപകമാണല്ലോ, സർവജ്ഞം സർവശക്തം. ജീവൻ അല്പനാണല്ലോ. അപ്പൊ ആ ആത്മാവിന്റെ തട്ടല്പം താണിരിക്കുന്നതല്ലേ നല്ലത്? അല്ല. രണ്ടും തുല്യം. ജീവൻ തന്നെ ബ്രഹ്മം, ബ്രഹ്മം തന്നെ ജീവൻ. ആ സന്തുലിതാവസ്ഥയിലെത്തണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് ഈ ജ്ഞാനം എന്നുള്ളത് സംഭവിക്കുക. ആത്മസമത്വം വരുമ്പോൾ അത് അരുളായിത്തീരുന്നു. ആ അവസരത്തിൽ ജീവബോധം അരുളിനുള്ളിൽ പുതയ്ക്കുകയും അരുളിന് കീഴ്പ്പെടുകയും ചെയ്ത് സ്വതന്ത്രതാഹീനമായി ഭവിക്കുന്നു. അസ്വാതന്ത്ര്യം ആർക്ക്? ജീവന്. ആ അസ്വാതന്ത്ര്യം, ജീവഭാവം ഉള്ളിടത്തോളം ജീവനുണ്ടാവും. സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടും? ഈ ജീവഭാവത്തെ ആ പരമാത്മാവിൽ ഇല്ലാതാക്കൂ. ലയിപ്പിച്ചു കളയുന്നല്ല, ലയിപ്പിച്ചാൽ പിന്നെയും വരും. ഇല്ലാതാക്കൂ. എങ്ങനെ ഇല്ലാതാക്കും? രണ്ടും ഒന്ന് എന്നുള്ള അറിവിൽ ഇല്ലാതെയാക്കൂ. ആ നിലയെയാണ് പകലിൽ കൊളുത്തിവെച്ച ദീപമെന്നും പഞ്ചവർണം കവരാതുള്ള ഉച്ചവെയിലത്ത് വെച്ച സ്ഫടികമെന്നും ഉപമകളാൽ സൂചിപ്പിച്ചിരുന്നത്. എന്താണ് ഈ പഞ്ചവർണം കവരാതുള്ള ഉച്ചവെയിലത്ത് വെച്ച സ്ഫടികം? സ്ഫടികത്തിലൂടെ ധവളപ്രകാശത്തെ കടത്തിവിട്ടാൽ അതിന്റെ ഘടകവർണ്ണങ്ങളായി അത് വിഭജിക്കും. 7 വർണ്ണങ്ങളാകും. വിഭ്ജ്യോ. നട്ടുച്ചയ്ക്ക് വെയിലത്ത് കൊണ്ട് വെച്ചിരിക്കുന്ന സ്ഫടികം ഒരു വ്യത്യാസമില്ല. അതിൽ ഈ പ്രകാശം ഘടകവർണ്ണങ്ങളായി വിഭജിക്കുന്നില്ല. അതവിടെ ഉണ്ടെന്ന് തന്നെ അറിയില്ല. നല്ല
തെളിഞ്ഞ വെള്ളത്തിനകത്ത് ഇട്ടിട്ടുള്ള സ്ഫടികം എന്ന് വിചാരിക്കുക. വേറൊരു ഉദാഹരണം ഇപ്പൊ തോന്നിയത് പറയാം. നല്ല ശുദ്ധജലം, തെളിഞ്ഞ നിർമ്മലമായ ജലം, ആ ജലത്തിനുള്ളിൽ അതുപോലെ നിർമ്മലമായ ഒരു സ്ഫടികത്തെ നമ്മൾ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. ഈ സ്ഫടികത്തെ ജലത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റുമോ? സാധ്യമല്ല. രണ്ടും അത്യന്ത നിർമ്മലം. ഇതുപോലെയാണ് ജ്ഞാനിയുടെ ഉള്ളിലുള്ള ജീവബോധവും. അത് പരമാത്മബോധം പോലെ, എന്തിന് പരമാത്മാവ് തന്നെ ആയിക്കഴിഞ്ഞു. ഈ വെള്ളത്തിനകത്ത് ആ വെള്ളവും ഉണ്ട്, സ്ഫടികവും ഉണ്ട്. പക്ഷെ വേർതിരിവ് സാധിക്കുന്നില്ല, ഭേദം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ജീവബോധം പരബോധവുമായി സാത്മ്യം പ്രാപിക്കുമ്പോ, താദാത്മ്യം പ്രാപിക്കുമ്പോ അവിടെ പ്രത്യേകിച്ചൊരു ജീവബോധത്തെ കണ്ടെത്താൻ നിവൃത്തിയില്ല. എന്തെങ്കിലും തരത്തിൽ വ്യത്യാസമുണ്ടെങ്കിലല്ലേ നമ്മൾ ഒന്നിനെ വേറിട്ടറിയുകയുള്ളൂ. രണ്ടും ഒന്നായാൽ അപ്പൊ അവിടെ ദ്വൈതത്തിന്റെ കണിക പോലുമില്ല. അവിടെ ജീവബോധം പ്രത്യേകമായി നിൽക്കുന്നുണ്ടെങ്കിലും, വെയിലത്ത് വെച്ച വിളക്ക് പോലെ പ്രത്യേകമായി അത് പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഭേദമില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഏകത്വത്തിന്റെ അനുഭവമാണ്. പഞ്ചവർണം കവരാതുള്ള ഉച്ചവെയിലത്ത് വെച്ച സ്ഫടികം എന്നും ഉപമകളാൽ സൂചിപ്പിച്ചിരുന്നത് അവിടെ അരുൾഭാവത്തിനല്ലാതെ ജീവഭാവത്തിന് സ്വതന്ത്ര പ്രകാശമില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അവിടെ ജീവബോധം, ജീവഭാവം എന്താ പറയുക, നിരർത്ഥകം, നിഷ്ഫലം. ഗജഭുക്ത കപിത്തവത്, ആന വിഴുങ്ങിയ പ്ലാമ്പഴം പോലെ. പ്ലാങ്കായ എന്ന് തമിഴ്നാട്ടിൽ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ അത് കൂളത്തിന്റെ കായ എന്ന് പറയാം. ആന കൂളത്തിന്റെ കായ എടുത്ത് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ദഹിച്ചു പോകും. ആ കട്ടിയുള്ള പുറന്തോട് മാത്രം ആനപ്പിണ്ടിയയുടെ കൂടെ പുറത്തു പോകും. അതായത് അകത്തുള്ളത് മുഴുവൻ ഈശ്വരൻ കവർന്നെടുക്കും, തോട് മാത്രം നിർത്തുമെന്ന്. ജീവന്റെ ജീവഭാവമാണ് അതിൻ്റെ തോട്. ഉള്ളിലുള്ളത് ചിത്ത് തന്നെയാണ്. ആ ചിത്ത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചിത്തുമായിട്ട് ഒന്നായി കഴിഞ്ഞു. പിന്നെ ഈ തോട് വെറുതെ പുറത്തു നിൽക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് കൊട്ടത്തേങ്ങ പോലെയാണെന്ന്. ആത്മജ്ഞാനി കൊട്ടത്തേങ്ങ പോലെയാണെന്ന്. എന്താ? പുറന്തോടിൽ നിന്ന് അത് ബന്ധം വേർപെടുത്തി കഴിഞ്ഞു. കുലുക്കി നോക്കിയാൽ അറിയാം കുടുകുടു കുടുകുടു ശബ്ദം. പക്ഷേ സാധാരണ തേങ്ങ കുലുക്കി നോക്കിയാൽ അതിൻ്റെ അകത്ത് വെള്ളത്തിന്റെ ശബ്ദം, അത് നല്ലപോലെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ശബ്ദവും കേൾക്കില്ല. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അപക്വി, ശബ്ദം കേൾക്കാതായാൽ പക്വി, പാകം വന്നവൻ. എന്താണ് ശബ്ദം? പരാതി. അത് തന്നെയാണ്. എനിക്ക് അത് കിട്ടിയില്ല, ഞാൻ പലതും ആഗ്രഹിച്ചു, അവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. ഇങ്ങനെ കണ്ടവരോടൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇതാണ് ജീവനെ മോശക്കാരനാക്കുന്നത്. പരാതി തീർന്നാൽ എന്ന് പറഞ്ഞാൽ ആ പരബോധവുമായി ഏകീഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരീരം, മനസ്സ് തുടങ്ങിയ ഉപാധികളുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ എല്ലാം പരിഹരിക്കപ്പെട്ടു. അടുത്ത പദ്യം വായിക്കാം. ഇരുട്കേവലത്തിൻ്റെ എഴുപ്പി എതിരിട്ട മരുട്കേവല സകലം മാറ്റി തിരിച്ചുടർപോൽ തന്നറിവ് തിന്നിക്ക് താൻ ഉണവായി പോവതല്ലാൽ ഉന്നുതലേ ഓട്ടുതൽ കാണും. ഇരുട്കേവലത്ത്, ഇരുൾ കേവലം. എന്താണ് ഈ ഇരുട്കേവലം? അജ്ഞാനം, കൂരിരുട്ട്. സുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്നത് ആ ഇരുട്ടുണ്ടല്ലോ, ഒരു ശൂന്യത. അതാണ് ഇരുട്കേവലം. ശുദ്ധമായ അവിദ്യ, കലർപ്പില്ലാത്ത അവിദ്യ. കാരണം അവിടെ ഒരു തരത്തിലുള്ള ദ്വൈതജ്ഞാനവും ഇല്ല. അജ്ഞാനം കട്ടിപിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി. അതിനെയാണ് ഇരുട്കേവലം എന്ന് പറയുന്നത്. ഇരുട്കേവലത്ത് ഇന്ദ്രി എഴുപ്പി എതിരിട്ട്, ആ കടുത്ത അജ്ഞാനത്തിൽ നിന്ന് എന്നെ ഉണർത്തി, വിളിച്ചുണർത്തി, എതിരിട്ട്, എനിക്കെതിരെയുള്ള, എൻ്റെ മുമ്പിലുള്ള എന്ന് പറഞ്ഞാൽ ദ്വൈത പ്രപഞ്ചം. ഇവിടെ കേവലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സുഷുപ്തി സ്ഥിതി. അതിൽ നിന്ന് എന്നെ ഉണർത്തി, അത് കേവലം, കേവലാവസ്ഥയാണ്. എഴുപ്പി എതിരിട്ട മരുക്കേവല സകലം. സുഷുപ്തിയിൽ നിന്ന് നാം കടക്കുന്ന അവസ്ഥകൾ ഏതാണ്? ഒന്നുകിൽ സ്വപ്നം, അല്ലെങ്കിൽ ജാഗ്രത. അവിടെ രണ്ടും ദ്വൈത പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട്. ഒന്ന് ആന്തരമായ പ്രപഞ്ചം, സ്വപ്നത്തിൽ ഉണർന്നെഴുന്നേറ്റാൽ ബാഹ്യപ്രപഞ്ചത്തിന്റെ അനുഭവം. അപ്പോൾ ആ കേവലത്തിൽ നിന്ന് സകലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തമായി വേർതിരിയുന്ന അറിവുകൾ, അറിവ് ഇങ്ങനെ വിഭജിക്കപ്പെടുകയാണ്. എപ്പോ? ജാഗ്രത്തിലും സ്വപ്നത്തിലും. അരുട്കേവല സകലം മാറ്റി, ഇത് രണ്ടിനെയും ഇല്ലാതെയാക്കി, സുഷുപ്തിയെയും ഇല്ലാതെയാക്കി, ജാഗ്രത് സ്വപ്നങ്ങളെയും ഇല്ലാതെയാക്കി.
എന്നെ ശരിക്കുണർത്തി എൻ്റെ ആചാര്യൻ, ശരിക്കെന്നെ ഉദ്ബോധിപ്പിച്ചു. ശരിക്കുള്ള ഉണർവാണ് ബോധാനുഭവം. ജാഗ്രത് എന്നാണ് അതിനെ പറയുന്നത്. ജാഗ്രത്തിനേക്കാളും ഉണർവുള്ള ജാഗ്രത അവസ്ഥ. അതെന്താണത്? നമുക്കിപ്പോൾ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയല്ലേ അറിയൂ. ആത്മസ്ഥിതിയിലേക്ക് പോകുമ്പോൾ അത് ഇതിനേക്കാളും വലിയ ഉണർവാണ്. ജാഗ്രത്തിനേക്കാളും വലിയ ജാഗ്രതാണത്. മഹാജാഗ്രത എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. മഹാജാഗ്രത. അങ്ങനെ എന്നെ ഉണർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കിയത്? തിരിച്ചുടർ പോൽ തന്നറിവ് തിന്നിക്ക് ഈ ആത്മാവ് തന്നിൽ നിന്ന് തന്നെ ഉണ്ടായ ജീവഭാവത്തെയും പ്രപഞ്ചത്തെയും ഭക്ഷിക്കുന്ന സ്വഭാവമാണ്. തന്നിലാണല്ലോ ദ്വൈതഭാവം ഉണ്ടായത്. ആദ്യം ഏകമായ സത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലാണ് ജീവൻ, ജഗത്ത് ഇത് രണ്ടും ഉദിച്ചത്. രണ്ടും സാപേക്ഷങ്ങളാണ്, ദൃക്കും ദൃശ്യവും. ആ അദ്വൈതത്തിൽ നിന്നും ഭ്രമരൂപത്തിൽ പൊന്തിയ ദ്വൈതത്തെ ഈ അദ്വൈതം തന്നെ ഭക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ആത്മാവിനൊരു നല്ല പേര് കൊടുത്തു, തന്നറിവ് തിന്നി. ഞാനാകുന്ന അറിവിനെ തിന്നുന്നവൻ, ഭക്ഷിക്കുന്നവൻ, അഹങ്കാരത്തെ ഭക്ഷിക്കുന്നവൻ. ആര്? പരമാത്മാവ്. അദ്ദേഹം എന്തിനെങ്കിലും ഭക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരൊറ്റ ഭക്ഷണമേ ഉള്ളൂ, അഹങ്കാരം. ജീവന്മാരുടെ അഹങ്കാരത്തെ ഒക്കെ വെട്ടി വിഴുങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. വയം ദേവസ്യ ഭോജനം. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ജീവഭാവം ഭഗവാന്റെ തീറ്റയാണ്. കോഴിത്തീറ്റ, കാലിത്തീറ്റ എന്നൊക്കെ കൊടുക്കാറില്ലേ? ഇതുപോലെ ഭഗവാന് ഭക്ഷണമാകാനുള്ളവരാണ് നമ്മൾ. അതാണ് നമുക്ക് അങ്ങേയറ്റത്തെ ശ്രേയസ് പ്രദാനം ചെയ്യുന്നത്. ഏറ്റവും വലിയ ശ്രേയസ് ഈശ്വരന് ഭക്ഷണമാവുക. അല്ല, അപ്പൊ നമ്മൾ ഉണ്ടാവില്ലല്ലോ. ഈ ഉണ്ടായിട്ട് എന്താ മെച്ചം? ഞാൻ ചോദിക്കുന്നത്, എവിടെയൊക്കെ ഈ ഞാനുണ്ടോ അവിടെയൊക്കെ കുഴപ്പങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. സുഷുപ്തിയിൽ അത് ലയിച്ചു പോയപ്പോ തന്നെ എന്തൊരു സുഖം. ഈ ഞാനിനെ വെച്ചോണ്ടിരുന്നിട്ട് നമ്മൾ എന്താ മഹാകാര്യം വല്ലതും സാധിക്കാൻ? ഞാൻ എന്നുള്ളത് അല്പമാണെന്ന് തിരിച്ചറിയൂ. അല്പത്തെ മഹത്തിന്റെ തീറ്റയാക്കി മാറ്റൂ. എപ്പോഴും മാത്സ്യന്യായമാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. എന്താണ് ഈ മാത്സ്യന്യായം? മത്സ്യങ്ങളുടെ ഇടയ്ക്കുള്ള ന്യായം. കടലിലെ നിയമം അതാണ്. എന്താണ് കടലിലെ നിയമം? വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ ഭക്ഷിക്കും, ചെറുതിന് വലുതിനെ ഭക്ഷിക്കാൻ പറ്റില്ലല്ലോ. കരയിലെ നിയമം എന്താണ്? ബലശാലി ദുർബലനെ ദ്രോഹിക്കും. ഇതാണ് കരയിലെ നിയമം. അഹസ്താനി സഹസ്താനാം അപദാനി ചതുഷ്പദ ഫൽഗൂനി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. വേദവ്യാസന്റെ റിസർച്ചിന്റെ ഫലമാണ് ഈ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൈയില്ലാത്തവ കൈയിലുള്ളവയെ ഭക്ഷിക്കും. കാലില്ലാത്ത ചെടികൾ, മരങ്ങൾ, പുല്ലുകൾ ഇതിനെയൊക്കെ കാലുള്ളവ അല്ലെങ്കിൽ നാൽക്കാലികൾ ഭക്ഷിക്കുന്നു. ഫൽഗൂനി തത്ര മഹതാം. ശക്തി കൂടിയവ ശക്തി കുറഞ്ഞവയെ ഭക്ഷിക്കുന്നു. ജീവനെ തിന്ന് ജീവൻ നിലനിൽക്കുന്നു. മറ്റൊന്നിനെ കൊല്ലാതെ ഹിംസിക്കാതെ ഈ ഭൂമുഖത്ത് അല്ല പ്രപഞ്ചത്തിന്റെ ഏത് കോണിലും നിലനിൽപ്പ് സാധ്യമല്ല. വേറൊന്നിനെ നശിപ്പിച്ചേ ഉപദ്രവിച്ചേ ഒന്നിന് നിലനിൽപ്പുള്ളൂ. നിയമമാണ്, പ്രപഞ്ച നിയമമാണ്. എവിടെയും പ്രായോഗികമാണ് ഈ നിയമം. ഇതിന് ഒരു മാറ്റവുമില്ല, ഒരു അമെൻമെന്റും ഇല്ല. അപ്പോ തന്നറിവ് തിന്നിക്ക്. തന്നറിവ് എന്ന് പറഞ്ഞാൽ ഞാൻ ബോധം, അഹംബോധം. അതിനെ തിന്നുന്നവനാണ് ഈ പരമാത്മാവ്. എങ്ങനെയാ തിന്നുന്നത്? നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ എടുത്ത് തിന്നുകയാണോ? കൈകൊണ്ട് തിന്നുകയാണോ? അല്ലെങ്കിൽ കടുവയും പുലിയും ഒക്കെ ഇരയുടെ പുറത്ത് ചാടി വീണ് അതിനെ പച്ചയ്ക്ക് തിന്നുന്നത് പോലെ തിന്നുകയാണോ എന്ന് ചോദിച്ചാൽ, തിരിയെ ജ്വാല തിന്നുന്നത് പോലെ, ഒരു വിളക്കിലെ തിരിയെ നാളം ഭക്ഷിക്കുന്നത് പോലെ. എപ്പോഴാ തിരിയെ നാളം ഭക്ഷിക്കുന്നത്? എണ്ണ ഉള്ളിടത്തോളം ആ എണ്ണ ഈ തിരിയിലൂടെ വന്ന് ആ നാളം കത്തിക്കൊണ്ടിരിക്കും. എണ്ണ തീർന്ന് 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 വരുമ്പോ പതുക്കെ തിരിക്ക് തീ പിടിക്കും, തിരിയെ നാളം വിഴുങ്ങും. പക്ഷേ ആ സമയം വരെ ആ നാളത്തിന് ആശ്രയമായിരുന്നത് ഈ തിരിയാണ്. ഈ തിരി ഉള്ളത് കൊണ്ടല്ലേ അതിൽ നാളം തുടർന്ന് കത്തിയത് ഇത്രയും സമയം. പക്ഷേ അവസാനം എണ്ണ തീർന്നു കഴിഞ്ഞാൽ ഈ നാളം തൻ്റെ ആശ്രയമായ ഏതുമായി താൻ ബന്ധപ്പെട്ട് നിന്നോ ആ തിരിയെ തന്നെ ഭക്ഷിക്കും. തിരി കത്തിച്ചാമ്പലാവുന്നത്. ഇതുപോലെയാണ് ജീവനെ ആശ്രയിച്ച് അല്ല പരമാത്മാവ് നിൽക്കുന്നത്. പക്ഷെ ഈ ജീവബോധത്തിന്റെ അടിസ്ഥാനം പരമാത്മാവാണല്ലോ. ആ അടിസ്ഥാനം ഈ ജീവബോധത്തെ കവർന്നെടുത്ത് കളയും, ഭക്ഷിച്ചു കളയുന്നു.
തിരിച്ചുടർ പോൽ തന്നറിവ് തിന്നിക്കി. തന്നറിവ്, ഞാൻ ബോധത്തെ തിന്നുന്ന ഈ പരമാത്മാവിന് താൻ ഉണവായി. ഉണവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ആഹാരം. താൻ തന്നെ ഭക്ഷിക്കുന്നത് സ്വഭാവമായിട്ടുള്ള ജഗതീശ്വരന് തന്നെ ഭക്ഷണമാക്കാൻ തയ്യാറാകണം നമ്മൾ. അല്ലാതെ ഈ ഞാനിനെ പൊത്തി പിടിച്ചോണ്ടിരിക്കരുത്. വിടില്ല വിടില്ല. ഇവനെ വെച്ചോണ്ടിരുന്നത് കൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല. ഇവനെ വെച്ചോണ്ടിരിക്കുന്നതാണ് ജനന മരണങ്ങൾക്ക് കാരണം. ഈ ജീവനാണ് ബന്ധം, ആത്മാവിന് ബന്ധമില്ല. അതുകൊണ്ട് ഭക്ഷിക്കാൻ കൊടുത്തേക്കൂ എന്ന് ഭഗവാന് നിവേദിക്കൂ ഈ അഹംബോധത്തെ, അഹങ്കാരത്തെ. താൻ ഉണവായി പോവതല്ലാൽ, ഈ ഈശ്വരന് ഭക്ഷണമായി തീരലല്ലാതെ ഉന്നുതലേ. എന്താണ് ഉന്നുതൽ? ചിന്തിക്കുക, തത്വവിചാരം ചെയ്യുക. അതുകൊണ്ട് ആത്മാവിനെ കിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ഭഗവാന്റെ ആഹാരമാകാൻ തയ്യാറുണ്ടോ? ഒറ്റ ചോദ്യമാണ്. ഭഗവാൻ വന്നാൽ എന്നെ എടുത്തോളൂ എന്ന് കൊടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ജീവബോധത്തെ തന്നെ കൊടുക്കണം. താൻ സമ്പാദിച്ച കുറച്ച് കാശോ പണമോ കുറെ സ്വർണ്ണ നാണയങ്ങളോ ഒന്നും കൊടുത്തുകൊണ്ട് കാര്യമില്ല. എന്നെ എടുത്തോളൂ. പഴയ കാലത്ത് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ പറയുന്നതാണ്, ദൈവമേ എന്നെ അങ്ങ് എടുത്തേക്കണമെന്ന്. ചുമ്മാ പറയുകയാണ്, ചുമ്മാ വെറുതെ. അതിൽ ഒരു കഴമ്പുമില്ല. എടുക്കാൻ അദ്ദേഹം അവിടെ എത്തിയാൽ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, കൊച്ചോ പോയിട്ടൊരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് വാ, എനിക്ക് വേറെയും കുറേയൊക്കെ അനുഭവിച്ച് തീർക്കാനുണ്ട്. കാപട്യമാണ്. എനിക്ക് പോയാ മതി. എന്ത് പോയാൽ മതി? ചുമ്മാ പറയുന്നതാണ്. അപ്പോ ഞാൻ ആത്മാവാണ് എന്നുള്ള ചിന്തിക്കൽ, ആ ചിന്തനയല്ല ആത്മജ്ഞാനം. അതിനെ വിട്ട് നമ്മൾ ആ സത്യത്തിന് ഭക്ഷണമാകണം. അങ്ങനെ ചെയ്യാതെ ഈ ആത്മാവിനെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടുതൽ കാണും. നിങ്ങൾ ആത്മാവിനെ വിരട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. എങ്ങനെ? ഞാൻ ബ്രഹ്മമാണെന്ന് ചിന്തിക്കുന്നത് വഴി ആത്മാവിനെ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും വേണ്ടല്ലേ? വേണം. അത് മോശമെന്നല്ല പറയുന്നത്. അവിടെ അങ്ങ് നിന്നു പോരുത് എന്നാണ്. ഈ അഹങ്കാരത്തെ ബലി കഴിക്കാനുള്ള സന്നദ്ധതയും നാം കാണിക്കണം. അതാണ് ഉന്നതലേ ഓട്ടുതൽ കാണും എന്ന് കാണൂ. ആത്മാവാണ് ഞാൻ എന്ന് ചുമ്മാ സങ്കല്പിച്ചുകൊണ്ട് ഭാവന ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടായില്ല. ഇതിനെ ആ ഈശ്വരന് സമർപ്പിക്കൂ. ഈ ഞാനിന്റെ പ്രാധാന്യത്തെ ഉള്ളിൽ നിന്ന് സ്വയം കളയൂ. അതിന് ഒന്നായി ഒരു പ്രാധാന്യമുള്ള ഒന്നായി വിചാരിക്കരുത്. നിസ്സാരമായി അവഗണിക്കൂ എന്നാണ് പറയുന്നത്. ആദ്യം നാം ഇന്ദ്രിയം, ജീവബോധം എന്നിവയിൽ പെടാതെ ഇരുളായ കേവലഭാവത്തിലിരുന്നു. അതാണ് സുഷുപ്തി. പിന്നീട് അരുൾപ്രഭാവത്താൽ തത്വങ്ങളും ജീവബോധവും ഉണർന്ന് തദനന്തരം സുഹൃതത്താൽ ഗുരുലാഭവും തത്വോപദേശാനുഗ്രഹവും ഉണ്ടായി. പിന്നീട് തുടങ്ങി സമാധ്യഭ്യസനം സാവധാനമായി അരുളിൽ ജീവബോധത്തെ ആഴ്ത്തി. അഹങ്കാര നാശം അത് പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നതിനെയാണ് പറയുന്നത്. അരുൾ ജീവബോധത്തെ അല്പാൽപമായി തിരിയിലൂടെ എണ്ണയെ ദീപം അല്പാൽപമായി എടുത്ത് ഭക്ഷിച്ച് പ്രകാശിക്കുന്ന മട്ടിൽ വിഴുങ്ങി ഒടുവിൽ താൻ അരുൾ പൂർണ്ണമായി ഭവിച്ചു. ആദ്യം എന്താ ചെയ്യുന്നത്? തിരിയിലെ നാളം, തിരിയിലൂടെ വരുന്ന എണ്ണയെ ഭക്ഷിക്കും. അവസാനം തിരിയെ തന്നെ ഭക്ഷിക്കും. ജീവബോധത്തിലൂടെ പ്രപഞ്ചാനുഭവങ്ങളെ അനുഭവിക്കുന്നത് ബോധമാണ്, ആത്മാവാണ്. കാലക്രമത്തിൽ എന്ത് സംഭവിക്കും? ജീവബോധത്തെ തന്നെ അതെടുത്ത് വിഴുങ്ങിക്കളയും. അപ്പോഴാണ് ജീവൻ രക്ഷപ്പെടുക. ഈ വിധത്തിലുള്ള പ്രക്രിയ അല്ലാതെ ദ്വൈതഭാവനയോടെ തൻ്റെ ജീവബോധത്തെ വിഴുങ്ങുന്ന അരുളറിവിനെ വേറൊരു വിഷയമായി കണ്ട് അതിനെ പ്രാപിക്കാൻ ഉന്നം വെച്ച് പ്രവർത്തിച്ചാൽ അത് നിന്നെ വിട്ടകലുകയല്ലാതെ നീയായി ഒരിക്കലും ഭവിക്കയില്ല. നാം അതാണ് എന്നാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്. നമ്മുടേതാക്കി തീർക്കലല്ല, ഞാൻ അത് എന്നുള്ള ഭേദം തന്നെ ഇല്ലാതെയാവണം. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.